നമ്മളുണ്ട്. നമ്മൾ നമ്മുടെ ശാശ്വത ഭവനം സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കാനുള്ള സമയമാണിപ്പോൾ. നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് പോകണം. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിപ്പിക്കാതെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവമേ അങ്ങയുടെ കൃപ എനിക്ക് തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് സ്വയമേ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അശക്തനാണ്, എന്നിൽ ഞാൻ അശക്തനാണ്, പക്ഷെ അങ്ങാൽ ഞാൻ സകലത്തിനും മതിയായതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല. ദൈവത്തിൻ്റെ ദയ കൃപ നമുക്ക് വേണമെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഒരു മനോഭാവത്തിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ താങ്ങും, നമ്മളെ നയിക്കും, നമ്മളെ നടത്തും. അധിക ദിവസം നമ്മൾ ആരും ഇവിടെയില്ല. ഓൺലൈൻ സൂമിൽ മറ്റ് മീഡിയയിലൂടെയൊക്കെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കുകയും കൂട്ടായിരിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കായിരിക്കും. ഓരോ വ്യക്തികൾ ഹൃദയത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? ഈ പലരും കാരണവന്മാർ പറയാറില്ലേ, കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നു എന്ന് പറയുന്നതുപോലെ ആയിപ്പോകും. കാരണം നമ്മൾ ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ്. കുടം കമത്തി വെച്ചതുപോലെ മനുഷ്യർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാ. ദൈവം പറയുന്നതല്ല നമുക്ക് പ്രാധാന്യം, മനുഷ്യർ പറയുന്നതാണ് നമുക്ക് പ്രാധാന്യം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് തിരിഞ്ഞു നിൽക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കണം. അതിൻ്റെ പേരാണ് മാനസാന്തരം. മനസ്സ് ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണം. അപ്പോൾ നമുക്ക് സ്വയമേ നമ്മൾ ആഗ്രഹിച്ചാലും പലപ്പോഴും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങ് പറയുന്നത് ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കുക. അങ്ങയുടെ ഹൃദയത്തിലെ ചിന്ത, അങ്ങ് എന്താ ആഗ്രഹിക്കുന്നു അതേപോലെ ഞാൻ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ, അങ്ങിലേക്ക് തിരിഞ്ഞു വരുവാൻ എന്നെ സഹായിക്കണമേ. നിങ്ങളുടെ ഹൃദയത്തിലൊരു പ്രാർത്ഥന വേണം. നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കൊച്ചു കുഞ്ഞിനെ അമ്മ ഊട്ടുന്നത് പോലെ എന്നെ ഊട്ട് പാസ്റ്ററെ, പാസ്റ്ററിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ഉടമസ്ഥനുണ്ട്, നിങ്ങളുടെ സൃഷ്ടാവുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പലതിനും മൊബൈലിൻ്റെ ഉടമസ്ഥനാരാ? നിങ്ങളല്ലേ? ഇല്ലേ? പേനയുടെ ഉടമസ്ഥനാരാ? അലക്സ, പേനയുടെ ഉടമസ്ഥനാരാ? അലക്സ് അല്ലേ? വാച്ചിൻ്റെ ഉടമസ്ഥനാരാ? അലക്സ് അല്ലേ? അലക്സിൻ്റെ ഉടമസ്ഥനാരാ? ദൈവം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വാച്ചും പേനയും ഒക്കെ അലക്സിന്റെ ഇഷ്ടം ചെയ്യാൻ റെഡി ആയിരിക്കുക അല്ലേ? നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം ചെയ്യാൻ റെഡി ആയിരിക്കും അല്ലേ? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള നമ്മളും എന്തിഷ്ടം ചെയ്യാൻ റെഡി ആയിരിക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ റെഡിയായിരിക്കണം. പക്ഷെ നമ്മൾ റെഡിയല്ല. നമ്മൾ ദൈവത്തിന് മുഖം തിരിഞ്ഞിരിക്കുക, മനുഷ്യൻ്റെ അടുത്തേക്ക് മുഖം തിരിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഒരു വാക്ക് ദൈവത്തോട്, മക്കളെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ സഹായിക്കണമേ. ആ പ്രാർത്ഥന, ദൈവത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ സഹായം തേടുകയാണ്. നമ്മൾ പല സഹായം തേടാറുണ്ട് അല്ലേ? ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു അപേക്ഷ പലപ്പോഴും കേൾക്കാം. ഒരപേക്ഷ എഴുതി താ സിസ്റ്ററെ. വെള്ളക്കടലാസ് ഉണ്ടോ? വെള്ളക്കടലാസ്. പ്രിയ ബാങ്ക് മാനേജർക്ക്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്, വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ എഴുതി കൊടുക്കുക. സഹായത്തിന് അപേക്ഷ. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതുപോലെ സഹായത്തിനുള്ള അപേക്ഷയാണ്. എനിക്ക് കഴിവില്ല, എന്നെ ഒന്ന് സഹായിക്കണേ. ഹല്ലേലൂയ. കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. എല്ലാവരുടെയും കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തോടും, കണ്ണുകളെല്ലാം അടച്ച് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കണ്ണൊന്ന് അടച്ച്, അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഹൃദയ കണ്ണ് തുറക്കാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുകയാണ്. ഞങ്ങൾക്ക് സ്വയമേ കഴിവില്ലപ്പാ, ഞങ്ങളുടെ കഴിവ് അങ്ങാണ്. ഞങ്ങൾ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങളുടെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കുന്നത് അങ്ങാണ്. ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വലിയ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ അപ്പാ. മനുഷ്യരുടെ അടുത്തേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അങ്ങേക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അങ്ങിലേക്ക് ഞങ്ങളുടെ മനസ്സ് തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതാ ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിൽ വരികയാ. കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് പോലും അത് തിരിച്ചറിയാൻ കഴിയാത്ത കുഞ്ഞുങ്ങളാ. അങ്ങ് സഹായിക്കണേ അപ്പാ, അങ്ങ് സഹായിക്കണേ. ദുഷ്ടന് ഹൃദയങ്ങളെ കുരുടാക്കി അപ്പാ
പാഴാക്കി ശൂന്യമാക്കി ഇട്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാ. ഞാൻ അശക്തനാണ്, ഞങ്ങൾ അശക്തരാണ്, എന്നാൽ അങ്ങാ ഞങ്ങൾ സകലത്തിന് മതിയായതാ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങ് ശരണപ്പെടുന്നു. അങ്ങ് പ്രവർത്തിച്ചാട്ടെ. ഹോളിൽ മാത്രമല്ല, ശബ്ദ കാഴ്ചപരിധിയിൽ ഇപ്പോഴും തുടർന്നു അങ്ങ് ശ്രവിക്കാൻ പോകുന്ന സകല മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. കുഞ്ഞുങ്ങളെ അങ്ങ് ദുഷ്ടന്റെ പിടിയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് അങ്ങ് വിടുവിച്ചെടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ ഉപയോഗിച്ചാട്ടെ, ഞങ്ങൾ ഉപയോഗിച്ചാട്ടെ. ശുശ്രൂഷകത്തും പുറത്തും പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഹായിക്കുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയോടെ ദിവസം തിരുന്നാട്ടെ, പ്രാർത്ഥനയോടെ ദിവസം തിരുന്നാട്ടെ. നിങ്ങളുടെ വിഷയങ്ങളുടെ എല്ലാം മുകളിൽ ദൈവത്തിൻ്റെ കരം കടന്നു വരാനായിട്ട് ഇടയാകണം. എല്ലാ വിഷയങ്ങളും. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, പ്രിയ കുഞ്ഞുങ്ങളെ, മരണം നമ്മളെല്ലാവരെയും പിടിച്ചിരിക്കുക. ഓരോ ദിവസവും നമ്മൾ മരണത്തിലേക്ക് അടുക്കുക. ഈ ഒളിമ്പിക്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഏഷ്യാഡ് അങ്ങനെയുള്ളതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 30 ദിവസം മുമ്പ് പേപ്പറിൽ കാണാം ഇനി 30 ദിവസം. പിറ്റേ ദിവസം മനോരമ വരുമ്പോൾ കാണാം ഇനി 29 ദിവസം. എന്തിന്? ഒളിമ്പിക്സ്. അടുത്ത ദിവസത്തെ മനോരമ വരുമ്പോൾ കാണാം ഇനി 28 ദിവസം, പിന്നെ 27 ദിവസം. ഇതേപോലെ മനോരമയിലൊന്നും വരുന്നില്ലെങ്കിലും ദിവസവും നമ്മളുടെ അകത്ത് നമ്മുടെ മരണത്തിന് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു മരണമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം മരണമില്ലാത്തൊരു ലോകം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിട്ടാണ് മരണമില്ലാത്ത ലോകത്തിലേക്ക് നാം പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ മനസ്സിലാക്കണം, മരണം ഒരു ശത്രുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. ഇപ്പൊ മരണത്തെ നീക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ പിതാവ് ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. പക്ഷെ മരണം ഇന്നും നീങ്ങിയിട്ടില്ല. യേശു വ്യക്തിപരമായി മരണത്തെ ജയിച്ചു. പക്ഷേ യേശുക്രിസ്തു അനുഗമിക്കുന്ന വ്യക്തികളിൽ ഇതുവരെയും മരണത്തിന്റെ ജയം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആ ജയം അവരിൽ പൂർത്തീകരിക്കപ്പെടണം. അവസാനം മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ളൊരു വെല്ലുവിളിയോടുകൂടെയാണ് ഇതാ നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടത്. ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ച് മുന്നേറുവാനായിട്ട് ഇടയാകണം. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. ഇന്നലെ നിങ്ങൾ കേട്ടോ, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ. അതൊരു ക്ഷണനമാണ്. എങ്ങോട്ടേക്ക്? മരണമില്ലാത്ത ദൈവത്തിൻ്റെ വീട്ടിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. അതിൻ്റെ വിളംബരമാണ്, പ്രൊക്ലമേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിളംബരമാണ്. ഹല്ലേലൂയ. പക്ഷെ സുവിശേഷം എന്തെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ പാഴായിപ്പോയി. സുവിശേഷം പറയുന്നവർക്ക് പോലും സുവിശേഷം എന്തെന്ന് ഇന്ന് അറിയില്ല. അവരൊരു മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഇത് പലരും സുവിശേഷം പറയുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിലെ സുവിശേഷം മതത്തിൽ ചേർക്കാനല്ല, ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ ചേർക്കാനാണ്. മരണമില്ലാത്ത അപ്പൻ്റെ വീട്ടിലേക്ക് ചേർക്കാനാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വർഗീയ ഭവനക്കാരും അത്രേ. എഫെസ്യർ 2 അധ്യായം 19 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും നമ്മൾ ആരാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മൾ ആരാണ്? ഒരു ജാതി, ഒരു ഗ്രൂപ്പ്, ഒരു മത സംവിധാനമല്ല. ദൈവത്തിന്റെ വചനം പറയും നമ്മൾ ആരാണെന്നറിയാമോ? വായിച്ചേ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ദൈവവചനം പറയുന്നത് കേട്ടോ സഹോദരങ്ങളെ, ദൈവവചനം പറയുന്നത് കേട്ടോ. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരട്ടെ. ദൈവവചനം പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആരാണ്? ഇതുവരെയും നിങ്ങൾ ഈ ബൈബിള് പറയുന്ന ആവർത്തിക്കാറുണ്ടോ? അവരും പറയുന്നല്ലോ ആവർത്തിക്കാറ്. ഒന്നിലേക്ക് പറയും, ഞാൻ ഹിന്ദു മതക്കാരനാ, മുസ്ലിം മതക്കാരനാ, ക്രിസ്തു മതക്കാരനാ. നീ ആരാ? ഓ, ഞാൻ ഹിന്ദുവാ. നീ ആരാ? ഞാൻ മുസ്ലിമാ. നീ ആരാ? ഞാൻ ബുദ്ധ മതക്കാരനാ. പക്ഷെ ബൈബിള് നമ്മളെ കുറിച്ച് എന്താ പറയണേ? ശ്രദ്ധിച്ചു കേൾക്കുക. നാം ദൈവത്തിന്റെ വീട്ടുകാരാ, ദൈവത്തിന്റെ ഭവനക്കാരാ. ഇത് നാം ആവർത്തിക്കണം.
ഇത് അവസാനിക്കത്തില്ല. നാം ദൈവത്തിന്റെ വീട്ടുകാരാ. ഇപ്പൊ ഏത് വീട്ടുകാരെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറയുന്നത് വെമ്പനാട്ട് വീട്ടാ. ഞങ്ങളുടെ വീട് ഒരു വെമ്പനാട്ട് വീടാ. ചിലർ പറയും പാലത്തിങ്കൽ വീടാ. അങ്ങനെ ഓരോ വീടിനും ഒരു പേരിട്ടിട്ടുണ്ട്. ആ വീട്ടുകാരാന്ന് പറയുന്നത്. അത് ഭൂമിയിലെ തൽക്കാലത്തേക്കുള്ളവർ മാത്രമാണ്. തൽക്കാലത്തേക്കുള്ള വീട്ടുകാർ മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നാം ദൈവത്തിന്റെ വീട്ടുകാരാ. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്തിന് ഇൻവിറ്റേഷൻ നമുക്ക് ലഭിച്ച. നാം തിരിച്ചറിയണം. ഈ കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് മാറണം. ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാണ്. ഒന്നുകൂടി വായിച്ചേ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ശ്രദ്ധിച്ചേ, ഏത് ഭവനക്കാരനാ? അപ്പൊ ഈ ബൈബിള് പറയുന്നത് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നാം അത് വാഗൊണ്ട് പറയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ തുഴ ആരംഭിക്കുക. നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നത് കൊണ്ടൊന്നും ആകുന്നില്ല. കേട്ട വചനം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളത് വാഗൊണ്ട് പറയാൻ തുടങ്ങും. നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പൽ യാത്ര ആരംഭിക്കും. പറയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം വിശ്വസിച്ചില്ലെന്നാണ്. വിശ്വസിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നാണ്. മനസ്സിലാകാത്തതിന്റെ കാരണം ഒന്നില്ലെങ്കിൽ കേട്ടില്ല, അല്ലെങ്കിൽ കേട്ടത് വിട്ടുകളഞ്ഞു. മനുഷ്യൻ വിശ്വസിക്കുന്നതാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മനുഷ്യൻ ഭയപ്പെടുന്നതാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഭയവും ഒരു വിശ്വാസം തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് ഫെയ്ത്ത് ആണ്. ഹല്ലേലൂയ. ഭയം ഒരു വിശ്വാസം തന്നെയാണ്, പക്ഷേ അത് വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ടൈപ്പാന്ന് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഫെയ്ത്ത്. ഹല്ലേലൂയ. യോബ് പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുന്നു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, പലതും നാം കേൾക്കുന്നു, പക്ഷെ പലതും നാം മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന വചനം ഇത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാകണം. തുടർന്ന് നിങ്ങൾ തീരുമാനിക്കും, എനിക്ക് വിശ്വസിക്കണോ വേണ്ടയോ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നിങ്ങൾ വാഗൊണ്ട് പറയാൻ തുടങ്ങും. വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ പറയില്ല. നാം എന്ത് പറയുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ നീങ്ങാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം പറയുന്നു, നാവ് വളരെ ചെറുതാണ്, പക്ഷേ കൊടുങ്കാറ്റടിച്ച് ഓടുന്ന കപ്പൽ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നിയന്ത്രിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാം. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ചുക്കാൻ നമ്മുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് ദൈവത്തോടു കൂടിയുള്ള ജീവിതം തിരഞ്ഞെടുക്കണമോ, അതോ പിശാചിനോട് കൂടെയുള്ള മരണം ഓൾറെഡി നീ അതിൽ തുടരണമോ, നിനക്ക് തീരുമാനിക്കാം. നീ തീരുമാനിക്കാം. എല്ലാവിധ തിന്മത്തരങ്ങളും ഈ ലോകത്തുണ്ട്. നിന്നെ ചതിക്കുന്ന ഒരു ക്രിസ്ത്യാനിത്വ തലവും ഈ ലോകത്തുണ്ട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ്. ഈ ബൈബിളിലെ വചനം ആണെന്ന് തോന്നും, പക്ഷേ വചനമല്ലാത്ത വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനിത്വം. രണ്ടും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ചതി. വെളിച്ചമെന്ന് കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് വെളിച്ചമല്ല, ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. നിങ്ങൾ ഇരുട്ടിനെ കയറി വെളിച്ചമെന്നാ വിളിക്കണേ. അവസാനം സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയുമില്ല. അതാണ് ഏറ്റവും അപകടം. അതിന്റെ തെളിവ് എന്താ നിങ്ങൾ ചോദിച്ചാൽ, ക്രിസ്തുവിൻ ഒരു പ്രവചനം പ്രവചിച്ചു. അന്നാളിൽ പലരും എന്നോട് പറയും. എന്താ പറയുന്നേ? അങ്ങേ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചു. അന്നാളിൽ പലരും എന്നോട് പറയും, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ മിനിസ്ട്രി ചെയ്തു. മിനിസ്ട്രി ഓഫ് ഹീലിംഗ്, മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ്, മിനിസ്ട്രി ഓഫ് പ്രൊഫസി, പ്രവചനത്തിന്റെ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ, രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷ. കർത്താവ് പറയാണ്, അന്ന് ഞാൻ അവരോട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഒരുവനുമല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നേ, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവരാ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകും എന്ന് ഞാൻ തീർത്തു പറയും. ആരോട്? യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞവരോട്, യേശുവിന്റെ നാമത്തിൽ മിനിസ്ട്രി ചെയ്തവരോട്. അവരൊക്കെ ഏതോ ചർച്ചിലെ അംഗങ്ങളാ. കർത്താവ് പറഞ്ഞു, നോവേ, എൻ്റെ അപ്പന്റെ രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല.
ഏതോ ക്രിസ്തീയ ഗ്രൂപ്പിലെ അംഗങ്ങളാ. അവർ വെളിച്ചമെന്ന് ചിന്തിച്ച വെളിച്ചം ഇരുട്ടായിരുന്നു. അതല്ലായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിച്ചത്. ദൈവ ഇഷ്ടം കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ അലക്സിന്റെ കയ്യിലിരിക്കുന്ന പേന, അത് അലക്സിന്റെ ഇഷ്ടം ചെയ്യാനാണ് അതിനെ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിരിക്കുന്നത്. പക്ഷേ അലക്സ് അതുകൊണ്ട് എഴുതാൻ നോക്കുമ്പോൾ അത് തെളിയുന്നില്ല എങ്കിൽ, അലക്സിന്റെ ഇഷ്ടം അത് ചെയ്യുന്നില്ല എങ്കിൽ, അലക്സ് ഒന്ന് കുടഞ്ഞു നോക്കും, വീണ്ടും എഴുതും, തെളിയുന്നില്ല എങ്കിൽ അലക്സ് ഒന്ന് ചൂടാക്കി നോക്കും, എന്നിട്ടൊന്ന് കുടഞ്ഞു നോക്കും, വീണ്ടും എഴുതാൻ നോക്കും, എഴുതുന്നില്ല എങ്കിൽ, അലക്സിന്റെ ഇഷ്ടം ആ പേന ചെയ്യുന്നില്ല എങ്കിൽ അലക്സ് അതിനെ എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാമോ? അലക്സ് അതിനെ എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാമോ? ഹലോ, ശ്രദ്ധിച്ചേ. ആ രണ്ട് ചേട്ടന്മാര്, നീലയും ഇപ്പുറത്തും, നിങ്ങളുടെ രണ്ടുപേരുടെ ചോദ്യം. അലക്സിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന, അത് അലക്സിന്റെ ഉടമസ്ഥതയിലുള്ളതാ. അത് അലക്സ് എഴുതാൻ നോക്കി, എന്നിട്ട് അത് എഴുതുന്നില്ല എങ്കിൽ അലക്സ് എന്ത് ചെയ്യും? നീല ഷർട്ടിട്ട ചേട്ടൻ, ഞാൻ ഈ പറയുന്നല്ലോ മനസ്സിലാവുന്നുണ്ടോ? അലക്സ് ആ പേന എന്ത് ചെയ്യും? എഴുതാൻ നോക്കി, എഴുതുന്നില്ല. കുടഞ്ഞു നോക്കി, എന്നിട്ട് എഴുതി നോക്കി, എഴുതുന്നില്ല. ഒന്ന് ചൂടാക്കി നോക്കി, എന്നിട്ട് എഴുതാൻ നോക്കി, എഴുതുന്നില്ല. എന്ത് ചെയ്യും അലക്സ്? ഹലോ, നീല ഷർട്ടിട്ട ചേട്ടനോട് ചോദിച്ചേ. ഇല്ല ആ നീല ഷർട്ടിട്ട് ആ ചേട്ടനോട്. എന്ത് ചെയ്യോ അത്? എന്ത് ചെയ്യാനാ? ഇപ്പുറത്തെ ചേട്ടനോട്. ആ തെളിയുന്നില്ല. എന്തൊക്കെ ചെയ്താലും തെളിയുന്നില്ല. അലക്സ് ആ പേന എന്ത് ചെയ്യും? എന്താ? കളയും. ഇതിന്റെ പേരാണ് ന്യായവിധി. മനസ്സിലായോ? ഇതാണ് കർത്താവ് യേശു പറയുന്നത്. എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്ന യവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതിനുശേഷം തുടർന്ന് പറഞ്ഞതെന്നറിയാമോ? അടുത്ത സ്റ്റെപ്പുകാരോട്, സുവിശേഷന്മാരോട് ചേർത്ത് പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവേൻ. കളയും. വിട്ടുപോകുവേൻ, വിട്ടുപോകുവേൻ, വിട്ടുപോകുവേൻ. അപ്പൊ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ആരുടെ കൂടെ ഉണ്ടായിരുന്നു? യേശുക്രിസ്തുവിനോട് കൂടെ, യേശുവിന്റെ ആളെന്ന് പറഞ്ഞ് നടക്കുക. യേശു പറഞ്ഞ വിട്ടുപോ. കാരണം എൻ്റെ പിതാവിന്റെ ഇഷ്ടമല്ല നിങ്ങൾ ചെയ്യണ, പിന്നെ നിങ്ങൾ ചെയ്യണ അധർമ്മമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഈ ജീവിതം വളരെ ശ്രദ്ധിക്കുക. ഈ ജീവിതം നമുക്ക് ഇവിടെ ഒന്നും നേടാനില്ല. ഇവിടെ ദൈവം തരുന്നതേ നമുക്കുള്ളൂ. ഇവിടെ നമ്മൾ നേടിയതല്ല, ദൈവം തന്നതാ. ഉള്ളതൊക്കെ ദൈവം തന്നതാ, നമ്മൾ നേടിയതല്ല. മനസ്സിലായോ? ദൈവം തന്നതാ. ഇതാ, നിങ്ങളിൽ ചിലർ പൊക്കം കുറഞ്ഞവരുണ്ട്, ചിലർ പൊക്കം കൂടിയവരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ നേടിയതാണോ അത് പൊക്കം കുറവ്? അല്ല, നിങ്ങൾ നേടിയതാണോ പൊക്കം കൂടുതൽ? ഇതിൽ ചിലരെ കറുത്തവരുണ്ട്, ചിലര് വെളുത്തവരുണ്ട്. നിങ്ങൾ നേടിയതാണോ? ദൈവം തന്നതല്ലേ. എൻ്റെ മോനെ മോളെ, ഇവിടെ നമുക്കൊന്നും നേടാൻ പറ്റില്ല. നമ്മൾ നേടിയെന്ന് പറയണതൊക്കെ ദൈവം തന്നതാ. മനസ്സിലായോ? ദൈവം തന്നതാ. ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി ദൈവം തന്നതാ. ഹല്ലേലൂയ. ഓരോ സ്ഥലത്തും ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുക. ദൈവം തന്നതാ. പക്ഷെ നമ്മൾ ദൈവം തന്നിട്ട് അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാഞ്ഞപ്പോൾ നമ്മുടെ ചുറ്റും വഴിതെറ്റിപ്പോയ മനുഷ്യർ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതം വല്ലാത്തൊരു തലത്തിലേക്ക് മാറി. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിലെ ദൈവം തന്ന ആ ക്രമീകരണങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ദൈവം നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്, നാവ്. ഈ നാവ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങണം. ഈ നാവ് ഉപയോഗിക്കണം.
എന്ത് പറയാൻ വേണ്ടി? ദൈവം പറഞ്ഞത് പറയാൻ വേണ്ടി നാവ് ഉപയോഗിക്കണം. അപ്പോ എൻ്റെ ഒപ്പം നിങ്ങൾ വരുമോ? ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇപ്പൊ ഇതുവരെയും നമ്മൾ പറഞ്ഞത്, നീ ഏത് വീട്ടുകാരനാന്ന് ചോദിച്ചാൽ പറയും, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വീട്ടുപേര് പറയും. ഇന്ന് പാലത്തിങ്കലോ വെമ്പനാട്ടോ അല്ലെങ്കിൽ പുത്തൻ വീട്ടിലോ പഴയ വീടിനോ എന്തെങ്കിലും പറയും. ഇപ്പൊ ദൈവം പറയുന്നു, നമ്മൾ ഏത് വീട്ടുകാരാന്നാ പറയണേ? ദൈവത്തിന്റെ ഭവനക്കാരാ. ഒന്ന് പറയാമോ? ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ. ഒന്ന് പറഞ്ഞു തുടങ്ങ്. ഒന്ന് പറഞ്ഞു തുടങ്ങ്. ഇവിടെ ചിലരെ അനങ്ങണില്ല, കാരണം കെട്ടിപ്പെട്ടിരിക്കുക. ഞാൻ ജന്മം ചെയ്താൽ പറയൂല, ഞാൻ ജന്മം ചെയ്താ പറയൂല, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരാന്ന് പറഞ്ഞു പോയാൽ എൻ്റെ ഉള്ളിലുള്ള പിശാചിന്റെ കെട്ടുവിടും. ഞാൻ പറയൂല. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. വാ തുറക്ക്. ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. പറ ഒന്നുകൂടി, കുറച്ചുകൂടി ഉറക്കെ. ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. പറ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ. ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. വിശ്വാസത്തോടെ പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. ഈ ചേട്ടനും അനങ്ങണില്ല. ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ അഭിനയിച്ചാൽ മതി. ഈ മോഹൻലാൽ അഭിനയിക്കണായിട്ടില്ലേ, മമ്മൂട്ടി അഭിനയിക്കണേ, ഒരു പാവപ്പെട്ട വ്യക്തിയായിട്ട് മമ്മൂട്ടി അഭിനയിക്കണത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ടനായിട്ട് മോഹൻലാൽ അഭിനയിക്കണം. നിങ്ങൾ അഭിനയിച്ചാൽ മതി. പറ്റണില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അഭിനയിക്കണം? മനസ്സിലായോ? അഭിനയിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആയിക്കോളും, ഒറിജിനൽ ആയിക്കോളും. മനസ്സിലായോ? ഒറിജിനൽ. ഞാനൊരു തമാശ പറയാറ്, ഒരു ജയറാം എന്ന് പറയുന്നൊരു ജയറാം ഞാൻ ചിന്തിക്കുന്നത് കുറേ നാളായി സിനിമ കണ്ടിട്ട് മറന്നുപോയി. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 33 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ജയറാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കോളേജിൻ്റെ സൈഡിൽ കലാഭവൻ്റെ മ്യൂസിക് ട്രൂപ്പ് അവിടെയാണ്, ഒരച്ഛൻ്റെ കീഴിലുള്ള. അപ്പം സെൻറ് ആൽബർട്ട്സ് സ്കൂളിൽ ഞാൻ പഠിച്ച്. അപ്പോൾ ഇന്നത്തെ പല ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ അന്ന് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവരവിടെ പഠിക്കാൻ വരും. അവരുടെ കലാഭവൻ്റെ എന്തൊക്കെയോ മിമിക്രിയും പല പരിപാടികളുണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് കോളേജിൽ അവിടുത്തെ മ്യൂസിക്കൊക്കെ കേൾക്കാം. അപ്പോൾ ഈ പാർട്ടിയൊക്കെ അവിടെ വന്നുകൊണ്ടിരുന്നേ, ജയറാം എന്ന് പറയുന്ന ഒരു ഫിലിം ആക്ടർ. അപ്പോൾ അന്ന് ഇദ്ദേഹം ഫിലിമിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ അന്ന് പാർവതി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്, ഒരു നടിയുണ്ട്. ആ നടിയുമായിട്ട് ഇവര് ഭാര്യ ഭർത്താവ് അഭിനയിക്കുമായിരുന്നു. അഭിനയിച്ച് ഞാൻ കുറച്ച് കളഞ്ഞപ്പോൾ മനസ്സിലായി അഭിനയം യാഥാർത്ഥ്യമായത്. ജീവിതത്തിൽ ഇവർ ഭാര്യയും ഭർത്താവുമായി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ചിലർക്ക് പൊളിക്കാനേ പറ്റണില്ല. നിങ്ങൾ അഭിനയിക്കണം അങ്ങോട്ട്. ഈ പറയുന്നത് അതേപടി പറഞ്ഞു തുടങ്ങണം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറി. ഞാൻ പലരോടും പറയാറുള്ളൊരു കാര്യമാണ്, അയ്യോ എൻ്റെ അമ്മായിയപ്പനെ സ്നേഹിക്കാൻ, അമ്മയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണില്ല. ആ സ്ത്രീ എന്നോട് ചെയ്തത് ഞാൻ തലകൊണ്ട് അടിച്ച് പൊട്ടിക്കും. അയാളെന്നോട് ചെയ്തത് ഞാൻ അങ്ങനെ. അപ്പൊ ഞാൻ അവരോട് പറയാം, നിങ്ങൾക്ക് പറ്റണില്ലേ? ശത്രുവിനെ സ്നേഹിക്കാനാ കർത്താവ് പറഞ്ഞേ, പക്ഷെ പറ്റുന്നില്ല അല്ലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, അറ്റ്ലീസ്റ്റ് അഭിനയിക്കാനെങ്കിലും തുടക്കത്തില്. അപ്പൊ നിങ്ങൾ അഭിനയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഒറിജിനൽ സ്നേഹമാണെന്ന് വിചാരിച്ച് അവര് തിരിച്ച് നിങ്ങൾക്ക് സ്നേഹം തരും. മനസ്സിലായോ? ഈ സ്നേഹത്തിന് ഒരു പ്രശ്നമുണ്ട്, അത് എവിടെ ഇട്ടാലും അവിടെ സ്നേഹം മുളയ്ക്കും. വൈരാഗ്യത്തിനും ഒരു വിഷയമുണ്ട്, എവിടെ ഇട്ടാലും അവിടെ വൈരാഗ്യം മുളയ്ക്കും. അപ്പൊ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റാ കൊടുത്തത്, പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് ഒറിജിനൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒറിജിനൽ മുളയ്ക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമായി തുടർന്ന് മാറും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വാ കൊണ്ട് പറയുന്നതിന് വലിയ കാര്യമുണ്ടെന്ന് ഈ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ അത് കൊണ്ടുപോകും റൈറ്റ് ആയിട്ട് ഡയറക്ഷനിൽ. ദൈവത്തിന്റെ വചനം പറയുന്ന റൈറ്റ് ആയിട്ട് ഡയറക്ഷൻ നിങ്ങൾ പറഞ്ഞാൽ അതിനെ കൊണ്ടുപോകും. പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വീട്ടുകാർക്ക് ദൈവത്തെ പോലെ ആയി തീരുവര്. കാരണം ദൈവത്തിന്റെ ഒരു നേച്ചർ, ദൈവത്തിന് മരണമില്ല.
ദൈവത്തിന്റെ വീട്ടുകാരനായ പ്രിയ മകനെ മകളെ നിനക്കും മരണമില്ലാത്തായിത്തീരും. ഹല്ലേലൂയ. ഡേ ബൈ ഡേ നിങ്ങളുടെ നേച്ചറും മാറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇതാ നമുക്ക് യാക്കോബിന്റെ ലേഖനം അതിൽ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയാവുന്ന ഒരു കാര്യം. ഓ ഫാദർ, വി താങ്ക് യു. ജെയിംസ് ചാപ്റ്റർ 3. ഓ ഫാദർ, അതിന്റെ 2-ാം വാക്യം വായിച്ച്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. അപ്പൊ നാം തെറ്റിപ്പോണ എവിടെയാണെന്നറിയാമോ? നാം തെറ്റിപ്പോകുന്നത് ശ്രദ്ധിക്കുക, നമ്മുടെ വാക്കുകളിലാ. തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. കാരണം തെറ്റായ ഹൃദയം ചിന്തിക്കുമ്പോൾ നാം അതനുസരിച്ച് നാവ് ഉപയോഗിക്കും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനായി മാറും. ഹല്ലേലൂയ. വാക്കിൽ തെറ്റരുത്. ഹല്ലേലൂയ. പലപ്പോഴും വാക്കിൽ തെറ്റാറില്ലേ? നമ്മൾ സ്വയം തെറ്റാറല്ലോ. ഓ, ഞാൻ നശിച്ചു പോകത്തേ ഉള്ളൂ, ഇവിടെ നീ നശിച്ചു പോകത്തേ ഉള്ളൂ, ഓ പൊട്ടൻ, മണ്ടൻ, നിങ്ങളെ കെട്ടിയ നാൾ മുതലാ അല്ലേ? നമ്മൾ വാക്കിൽ തെറ്റിപ്പോവുക. നമ്മൾ എങ്ങോട്ടാ തുഴഞ്ഞേ? നമ്മളുടെ പങ്കായമാണ്. നമ്മളാകുന്ന ജീവിതത്തിന്റെ പങ്കായം കൊണ്ട് തുഴഞ്ഞു കയറുകയാണ്. എന്തിലേക്ക്? നാശത്തിലേക്ക്. ഇവിടെ പറയുന്നു, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ. വാക്കിൽ തെറ്റരുത്, കറക്റ്റായിട്ട് പറയണം. അതുകൊണ്ടാ പറഞ്ഞേ, ഇത്രയും നാള് ഞാൻ മരണമുള്ള മനുഷ്യന്റെ വീട്ടുകാരനാണെന്ന മനുഷ്യന്റെ ചിന്ത അല്ലേ? ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ്, മരണമില്ലാത്ത ദൈവത്തിന്റെ വീട്ടുകാരന് പറയാൻ തുടങ്ങണം. ഞാൻ ആരാന്നറിയാമോ? ഞാൻ മരണമില്ലാത്ത ദൈവത്തിന്റെ വീട്ടുകാരനാണ്. പലപ്പോഴും പലതും പറഞ്ഞ് ജീവിതത്തിന്റെ തിന്മ നിറഞ്ഞ ഭാഗത്തേക്ക് ഓടി അവിടെ കിടന്ന് വട്ടം കറങ്ങുക. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കപ്പൽ എത്ര വലിയതെങ്കിലും, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എത്ര വലിയതെങ്കിലും, നിന്നെ ജീവിതത്തിൽ ഒരു മരമണ്ടനാക്കിയ സാഹചര്യമെങ്കിലും, നിന്നെ ജീവിതത്തിൽ ഒരു വ്യഭിചാരിയാക്കി, ഒരു കുടിയനാക്കി, ഒരു തിന്മ നിറഞ്ഞ വ്യക്തിയാക്കി ഈ സാഹചര്യമെങ്കിലും നിനക്ക് പ്രത്യാശയുണ്ട്, നിനക്ക് നന്മയിലേക്ക് മാറാം. ഇതാ പറയുന്ന, കപ്പൽ എത്ര വലിയതെങ്കിലും കൊടുങ്കാറ്റടിച്ച് കറങ്ങുന്നതെങ്കിലും അതിന്റെ ചെറിയ ഒരു ചുക്കാൻ ഉപയോഗിച്ച് അതിന്റെ നാവികനായ ആ കപ്പിത്താൻ ഇഷ്ടമുള്ളിടത്തേക്ക് നടത്തുന്നത് പോലെ നിന്റെ നാവ് ഉപയോഗിച്ച് നിന്റെ ജീവിതം നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാം. തിരിച്ചറിയത് അവിടെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്. അതിന്റെ അടുത്ത വാക്യത്തിലേക്ക്, അതിന്റെ 4-ാം വാക്യം വായിച്ച്. കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഹല്ലേലൂയ. തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് കപ്പൽ. യാക്കോബ് 3:4 പറഞ്ഞ്, കപ്പൽ എത്ര വലിയതാണ്, കൊടുങ്കാറ്റടിച്ച് ഓടുന്നതാ, കുഴപ്പമില്ല, അതിന്റെ കപ്പിത്താൻ തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ ചെറിയ അച്ചുക്കാൻ കൊണ്ട്. വളരെ ചെറുതാ ചുക്കാൻ. ഇതേപോലെ ദൈവം നമുക്കൊരു ചുക്കാൻ തന്നിട്ടുണ്ട്, വളരെ ചെറുതാ. ഇതുകൊണ്ട് നമുക്കത് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കാം. ഇഷ്ടമുള്ളിടത്തേക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. കർത്താവ് എനിക്ക് തന്ന ഒരു മോനും മോള് ജനിച്ചു വളർന്നപ്പോൾ അതിനെ ഒരു സ്കൂളിൽ കൊണ്ടാക്കുമായിരുന്നു. അവിടെ ഒരു മേഡം ഉണ്ട്. ആ മേഡം എപ്പോഴും എൻ്റെ വൈഫിനോട് കംപ്ലൈൻറ്റാണ്, ഇതിൻ്റെ ഒരു ബുദ്ധിയില്ലാത്ത കൊച്ച, എന്തും പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ഈ മറ്റു പിള്ളേരെ പോലെയല്ല, ഇതൊരു ബുദ്ധിയില്ലാത്ത കൊച്ച. ശ്രദ്ധിച്ച്, എൻ്റെ വൈഫ് ആ മോളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു.
ഞാനും ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരുടെ സാഹചര്യമല്ല പറയുന്നത്, അവരുടെ സാഹചര്യമല്ല. അയ്യോ അവർക്ക് ബുദ്ധിയില്ല, കഴിവില്ല. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൾ. പിന്നെ എന്ത് സാഹചര്യം കണ്ടാലും ഞാൻ പറയണം, ആ സാഹചര്യമല്ല പറയുന്നത്. കർത്താവിനെ പഠിപ്പിച്ചെന്നറിയാം, യഹോ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അവന്റെ ഭാര്യ അവന്റെ ഭവനത്തിലെ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി, അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ലോകം പറയുന്ന ബുദ്ധിയില്ല എന്ന്, പക്ഷെ ദൈവം പറയുന്ന യഹോഭക്തനായ പുരുഷന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായിരിക്കും, ഒലിവ് തൈകളായിരിക്കും. അപ്പൊ കാണുന്നത് കണ്ടിട്ട് ഓ നീ ഒരു മണ്ടിയാടി, നീ ഒരു മണ്ടനാന്നല്ല പറയണ്ടേ. നമ്മളതിനെ ഏറ്റെടുക്കുകയാ. പകരം യഹോഭക്തനായ പുരുഷൻ അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായിരിക്കും. അത് വാവുകൊണ്ട് പറയണം. ദൈവം പറഞ്ഞത് വാവുകൊണ്ട് പറയണം. മനുഷ്യൻ പറയുന്നത് നീ കാണുന്നതും അല്ല വാവുകൊണ്ട് പറയണ്ടേ, ദൈവം പറഞ്ഞത് വാവുകൊണ്ട് പറയണം. നിന്റെ ജീവിതം മനോഹരമാണ്. സദ്യയോടത് മനസ്സിലാക്കാം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ ആരാണെന്നറിയാമോ? നീ ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ ഭവനക്കാരനാ, ദൈവത്തിന്റെ വീട്ടുകാരനാ. ഭരണകൂടം തിരിക്കുന്ന, പ്രപഞ്ചത്തെ തിരിക്കുന്ന ദൈവത്തിന്റെ വീട്ടുകാരനാ നീ. ഈ പറയണത് ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ, ദൈവത്തിന്റെ വീട്ടുകാരൻ. മനുഷ്യൻ പറയുന്നതല്ല പറയണ്ടേ, ദൈവം വചനം പറയുന്നത് പറയണം. ദൈവത്തിന്റെ വീട്ടുകാരൻ. അവിടുത്തെ ആരാണ് നീ? അവിടുത്തെ ആരാണ്? അവിടുത്തെ വേലക്കാരനാണോ? അവിടുത്തെ ആരാ? ഇതാ 1 യോഹന്നാൻ 3:1 ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യം. നീ അവിടുത്തെ ആരാന്നറിയാമോ? നീ അവിടുത്തെ വേലക്കാരനല്ല, വല്ലപ്പോഴും പണിയെടുക്കാൻ പോകുന്ന പണിക്കാരനല്ല. നീ ആ ദൈവത്തിന്റെ വീട്ടിലെ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകനാ. വിളിച്ചു പറയണം, ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ മകനാ. വായിച്ചേയോ? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയും നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. അപ്പൊ ദൈവ ഭവനത്തിലെ ദൈവത്തിന്റെ മകനാണ് ഞാൻ. ഇത് പറയണം, ഞാൻ ആരാണ്? ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മകനാണ്. ഇത് വ്യക്തതയോടെ പറയണം. കാൺമീൻ, നമ്മളോട് പറയണം, ബിഹോൾഡ്, നോക്കൂ. നോക്കൂ. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത മനുഷ്യ, നീ നോക്കൂ, നോക്കൂ. നീ ആരാണ്? ദൈവത്തിന്റെ മകനാണ്. അപ്പൊ ഇതുവരെ മനുഷ്യന്റെ മകനെന്ന് മാത്രം പറഞ്ഞ വ്യക്തിത്വം ഇനി പറയണം, ഞാൻ ആരാന്നറിയാമോ? ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകനാ. ഇത് പറയണമെങ്കിൽ അകത്ത് വിശ്വാസമായി മാറണം. ഇപ്പൊ വിശ്വാസം ആകാതെ തന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. വിശ്വാസമായി പറയുന്നവർക്കായി സ്തോത്രം. വിശ്വാസമാകാതെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക, ശീലിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടു. ഒന്ന്, ഞാൻ ആരാണ്? ദൈവത്തിന്റെ വീട്ടുകാരനാണ്. മറ്റൊന്ന് ഞാൻ എന്താ കേട്ടെ? ദൈവത്തിന്റെ മകനാണ്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അപ്പച്ച ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ദൈവം പറയണമെന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവത്തിന്റെ മകനാന്ന്. ഏതോ ചാക്കോച്ചന്റെയോ ഏതോ പരമേശ്വരന്റെയോ ഏതോ വേലായുധന്റെയോ ഏതോ പത്രോച്ചന്റെയോ മകനാന്നാ പറഞ്ഞത്. പക്ഷെ ബൈബിള് പറയുന്നു നീ ആരാന്നറിയാമോ? ദൈവത്തിന്റെ മകനാ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മകന. വിശ്വസിക്കുക, ദൈവത്തിന്റെ മകന. ഇനിയും ആരെങ്കിലും പറയാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും ബൈബിള് പറയുക, താഴേക്ക് അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെയാണ് നാം. ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസം, അവരോട് പറയണം അങ്ങനെ തന്നെയാണ്, ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് നാം. മനസ്സിലായോ? അവന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാ. ഒന്ന് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാ. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാ. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാ. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാണ്, ദൈവത്തിന്റെ മകനാണ്. ഒരുമിച്ച് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാണ്, ദൈവത്തിന്റെ മകനാണ്. ഒന്നുകൂടി പറ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ആ പറഞ്ഞത് വിശ്വാസ അവിടെ നിന്ന് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മള് വ്യക്തതയോടെ നമ്മൾ പറയണം. നമ്മുടെ അന്തരീക്ഷം ചുറ്റും കേൾക്കുക. നമ്മുടെ അന്തരീക്ഷം മുഴുവനും അദൃശ്യമായ ശക്തികളുണ്ട്. ദൈവദൂതന്മാരുണ്ട്, പിശാചിന്റെ ദൂതന്മാരുണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അത് അവർ നടപ്പിലാക്കും. ദൈവവചനത്തിന് വിപരീതമായി നാം പറയുന്നത് പൈശാചിക ദൂതന്മാർ നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റാർട്ടാക്കും. നാം ദൈവവചനം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ദൈവദൂതന്മാർ റെഡിയാണ്.
ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട, അവന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അദൃശ്യമായ മണ്ഡലത്തിൽ ദൂതന്മാരുണ്ട്. അപ്പോ നാം റൈറ്റായിട്ട് പറയാൻ തുടങ്ങണം. ബൈബിളിൽ ഉള്ളത് പറയണം, ബൈബിളിൽ ഇല്ലാത്തത് ഒന്നും കൂട്ടരുത്. ബൈബിളിന്റെ വാക്യങ്ങളോട് ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ ഇടയാകരുത്. നമ്മൾ കൂട്ടിയും കുറച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ഒക്കെ ഇഷ്ടമായ സംഘടനകൾ, ഡിനോമിനേഷനൊക്കെ ഉണ്ടാക്കി വെച്ചു. ഒന്നിനോട് എതിർക്കുക. ഹല്ലേലൂയ. പകരം അതിലേക്ക് ഒന്നുമല്ല തിരിയേണ്ടത്. നമ്മൾ വിശുദ്ധ ബൈബിളിലെ സത്യവചനത്തെ ഹോൾഡ് ചെയ്യണം. അത് മാത്രം വാ കൊണ്ട് പറയണം. ചുറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടായെന്ന് വിചാരിച്ചോ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല സാഹചര്യം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ ഇരുട്ടിനെ കുറിച്ച് പറയരുത്. അയാൾ അങ്ങനെയാണ് ബ്രദറെ, അയാൾ ഇങ്ങനെയാണ് ബ്രദറെ, ഇങ്ങനെയാണ് സിസ്റ്ററെ, അങ്ങനെയാണ് സിസ്റ്ററെ. ഷട്ട് അപ്പ്. മിണ്ടിപ്പോകരുത്. പകരം നീ കാണുന്നത് പറയരുത്, നിനക്ക് വേണ്ടത് പറയണം. ശ്രദ്ധിച്ച് കേൾക്കുക. നീ കാണുന്നത് പറയരുത്. നിന്റെ അപ്പന്റെ രീതി കാണുന്നത് പറയുന്നതല്ല, അപ്പന് വേണ്ടത് പറയുന്നതാ. നിന്റെ ജീവിതത്തിൽ ചുറ്റും ഇരുട്ടായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചുറ്റും ഇരുട്ടായിരിക്കാം. ആ അങ്കിളിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തട്ടണം കേട്ടോ. അത് അത്ര മനസ്സിലാകുന്നില്ല ഞാൻ ഈ പറയണേ എങ്കിൽ കേട്ടോ. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് കാണുന്നതല്ല പറയണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും തീർന്നു, ഇതാ ആഴത്തിനും ഇത് ഇരുളുണ്ടായിരുന്നു. ഇത്രയാണ് സംഭവം. മൊത്തം പാഴ്, ശൂന്യം, ഇരുള്. ദൈവം അതും എല്ലാം പറഞ്ഞു. ആ അവസ്ഥ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവം ഇതൊന്നും പറഞ്ഞില്ല. പാഴാണ്, ശൂന്യമാണ്, ഇരുളാണ്. നിങ്ങളുടെ ജീവിതം നോക്കിയേ, ചുറ്റും മുമ്പിലോട്ട് നോക്കിയേ. ഒരുപക്ഷെ കുടുംബജീവിതം പാഴാണ്, ഇരുളാണ്, ശൂന്യമാണ്. ബിസിനസ് ജീവിതം പാഴാണ്, ശൂന്യമാണ്. ഇന്റലക്ട് ജീവിതം പാഴാണ്, ശൂന്യമാണ്, ഇരുളാണ്. പലതും നിങ്ങൾ കാണുകയാണ്. പക്ഷെ ദൈവം അതൊന്നും പറഞ്ഞില്ല. നമ്മൾ കണ്ടാ പിന്നെ എന്നാ പറയും? എല്ലായിടത്തും ടെലിഫോൺ എടുത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഇതാ മൊത്തം പോയടി, എല്ലാം പോയടാ, കഴിഞ്ഞടാ, അതാടാ, ഇതാടാ. അങ്ങനെയാണെങ്കിൽ ദൈവം അത് മൊത്തം പറയാനേ നേരമുള്ളൂ. വായിച്ചേ ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. പാഴാണ്, ശൂന്യമാണ്. അടുത്തത്, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ഇരുളുമാണ്. പാഴാണ്, ശൂന്യമാണ്, ഇരുളാണ്. പാഴാണ്, ശൂന്യമാണ്, ഇരുളാണ്. അപ്പൊ ദൈവം കാണുന്ന ചുറ്റുപാടും പാഴാണ്, ശൂന്യമാണ്, ഇരുളാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം പാഴിനെ കുറിച്ചും പറയുന്നില്ല, ശൂന്യത്തെ കുറിച്ചും പറയുന്നില്ല, ഇരുളിനെ കുറിച്ചും പറയുന്നില്ല. പക്ഷെ ഇപ്പൊ തനിക്ക് വേണ്ടത് എന്നാണെന്നറിയാമോ? വെളിച്ചമാണ്. ദൈവം പാഴിനെ കുറിച്ചും പറഞ്ഞില്ല, ഇരുളിനെ കുറിച്ചും പറഞ്ഞില്ല, ശൂന്യത്തെ കുറിച്ചും പറഞ്ഞില്ല. പകരം ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. മനസ്സിലായോ? നിന്റെ മുൻപിലുള്ള സാഹചര്യമില്ല നീ പറയണ്ടേ, അവര് പറഞ്ഞതല്ല നീ പറയട്ടെ, ഇവള് പറഞ്ഞതല്ല നീ പറയട്ടെ, നിനക്ക് വേണ്ടതാ നീ അവിടെ പറയണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടായി. ആ ദൈവത്തിന്റെ മോനാ നീ. ആ അപ്പൻ എങ്ങനെ പ്രവർത്തിച്ചു അതേപോലെ പ്രവർത്തിക്കേണ്ടവനാ നീ. മനസ്സിലാവുന്നുണ്ടോ? ആ അപ്പൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേപോലെ പ്രവർത്തിക്കേണ്ടവനാ നീ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ഈ അപ്പനെ അനുകരിപ്പേൻ, ദൈവത്തെ അനുകരിപ്പേൻ. ഹല്ലേലൂയ. അല്ലാണ്ട് നീന്റെ കുഞ്ഞൊരു മണ്ടത്തരം കാണിക്കുമ്പോ നീ മണ്ടിയാടി, നീ മണ്ടനാടി എന്നല്ല പറയണ്ടേ. എന്റെ പൈതല് എന്റെ മേശയ്ക്ക് ഒലിവ് തൈ പോലെ ഇരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ എണ്ണ കൊടുക്കുന്ന ഒലിവ് തൈ പോലെ, ഒലിവ് മരം പോലെ ഇരിക്കും എന്റെ പൈതങ്ങൾ. ഇതാ പറയണ്ടേ. ഹല്ലേലൂയ. കാണുന്നതല്ല വിളിച്ചു പറയേണ്ടത്, നിനക്ക് വേണ്ടത് വിളിച്ചു പറയണം. ആ കുഞ്ഞുങ്ങളുടെ തല കൈവച്ച് പറയണം, ഒലിവ് മരം പോലെ ശ്രേഷ്ഠമായി തീരുന്ന പൈതലേ, ദൈവത്തിന്റെ വചനം നിന്നിൽ പരാജയപ്പെടുകയില്ല. തല കൈവച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പലയിടത്തും നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം വക്കീല് കൊണ്ടുപോകുമ്പോ, ഡോക്ടർ കൊണ്ടുപോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ പറയണോ, ദൈവത്തിന്റെ വചനം പറഞ്ഞ് യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ തിന്നും. അത് ഡോക്ടർക്കല്ല, അത് വക്കീലിനല്ല, അത് നീ തിന്നും. ഹല്ലേലൂയ.
നീ വായ കൊണ്ട് പറയണോന്നേ. നീ അത് വാ കൊണ്ട് പറയുമ്പോ ഉടനെ നിനക്ക് തന്നിട്ടുള്ള സേവകാത്മാക്കൾ അത് ഏറ്റെടുക്കും. അവരത് നിവർത്തിക്കുവാൻ വേണ്ടി അവർ കടന്നു പോകും. ഹല്ലേലൂയ. തിരിച്ചറിയണം നമ്മുടെ അപ്പന്റെ പ്രവർത്തന രീതി. അതന്റെ ജീവിതം മാറണം. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളൊരു യാത്രക്ക് റെഡിയാകുക. ഇവിടെ സുവിശേഷം, ഒരുവൻ സുവിശേഷം കേട്ട് വിശ്വസിച്ച അവന്റെ യാത്രക്ക് റെഡിയാകുക. എവിടെ നിന്ന് എങ്ങോട്ട്? മനുഷ്യ ലോകത്ത് നിന്ന് ദൈവലോകത്തേക്ക്, ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക്. കാരണം അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ ആരാണ്? ഞാൻ വേറെ ആരുമല്ല, ഭൂമിയിലെ താൽക്കാലിക ഒരു വാസി മാത്രമാണ് ഈ ജഡത്തിൽ. മണ്ണുകൊണ്ടുള്ള ഉടുപ്പ് ഏതാനും ദിവസത്തിനുള്ളിൽ താഴേക്ക് പോകും. ഞാൻ ദൈവത്തിന്റെ മകനാണ്. എൻ്റെ ഭവനം സ്വർഗമാണ്, ദൈവത്തിന്റെ വീടാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. എന്നാൽ നമ്മൾ ഇതൊന്നും തിരിച്ചറിയാൻ നമ്മളിവിടെ കെട്ടിയിട്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, സത്യം നീ അറിയുമ്പോൾ, നിന്നെക്കുറിച്ചുള്ള സത്യം, ലാലു, നിന്നെക്കുറിച്ചുള്ള സത്യം നീ അറിയുമ്പോൾ ആ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. യോഹന്നാൻ 8:32 കർത്താവ് പറയുന്നൊരു കാര്യമാണ്, സത്യം നീ അറിയുമ്പോൾ. അതായത് നിന്നെക്കുറിച്ചുള്ള സത്യം നിനക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. സിജോയ്ക്ക് അറിയത്തില്ല സിജോ ആരാണെന്ന്. സിജോ എന്താണ്? സിജോ കാണുന്നത് ഒരു കഷ്ണം മണ്ണാങ്കട്ട. രാവിലെ ഒരു ചുരിദാർ ഇട്ടോ അതിനങ്ങ് മൂടും. എന്നിട്ടൊക്കെ നടക്കുക. കുറച്ച് ആൾ കഴിയുമ്പോൾ ഒന്നും കഴിയത്തില്ല, കണ്ണ് കാണാൻ കഴിയുന്നില്ല, മുട്ട് മടങ്ങുന്നില്ല പഴയ പോലെ. ആ സമയത്ത് സംഭവം പോവുക. ഇതിനു മുമ്പ് സിജോ ആരാണെന്ന് സിജോ അറിയണം. ഈ ശരീരമല്ല സിജോ, ഇതിന്റെ ഉള്ളിലുണ്ട് സിജോ. ഹല്ലേലൂയ. വായിച്ചേ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറയാണ്, സത്യം നീ അറിയുമ്പോ സത്യം നിന്നെ സ്വതന്ത്രമാക്കി. എന്താ സത്യം? നീ ആരാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വീട്ടുകാരനാ. അതാണ് ഒന്നാമത്തെ സത്യം. നീ ആരാന്നറിയാമോ? ദൈവത്തിന്റെ മകനാ. അടുത്ത സത്യം. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ചിന്തയിൽ എന്താ? ഞാൻ ഭൂമിയിലെ വീട്ടുകാരനാ. ഈ ശരീരമാണ് ഞാൻ. അടുത്തത്, ഈ ശരീരമല്ല നീ. ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് നീ. ഈ ശരീരമല്ല നീ, ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് നീ. നിന്നെ കാണാൻ കഴിയത്തില്ല, ശരീരത്തെ കാണാം. നീ അദൃശ്യനാണ് നിന്റെ അപ്പനെ പോലെ. നിന്റെ ദൈവം അദൃശ്യനാണ്. ആത്മാവാകുന്നത് പോലെ നീയും ആത്മാവാണ്. അപ്പൊ ഓരോ നിമിഷം ഈ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഈ ശരീരമാകുന്ന ലോകം വിട്ട് പോകാൻ ഇപ്പൊ റെഡി ആയിക്കോളുക. ഉള്ളില് റെഡിയാകുക. ഹല്ലേലൂയ. കരം കൊടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. രാവിലെയുള്ള ഉറക്കമൊക്കെ പോട്ടെ. ഓ ഫാദർ വി താങ്ക് യു. ഉറക്കം വരുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഉറക്കമൊക്കെ പോയില്ലേ? ഓ ഗ്ലോറി ടു ഗോഡ്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആരെന്നുള്ള ബോധം നമുക്ക് വേണം. നമ്മളുമായിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന കവണന്റ് ശ്രദ്ധയോടെ. ഓ ഫാദർ വി താങ്ക് യു. ഈ സംഭവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം അറിയാമോ? കണ്ടിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് കൊച്ചിയിൽ വന്നാൽ മതി, കാണാം. ഓക്കെ, ഇതാണ് കപ്പല്. എന്നാ വലിയ കപ്പലാന്ന് നോക്കിയേ അല്ലേ? ഈ കപ്പലിൻ്റെ ഉള്ളിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇത്രയും വലിയ കപ്പലിനെ തിരിക്കണത് ഈ കൊച്ചു ചുക്കാനാണ്. ചെറിയ ചുക്കാൻ. ഇതുണ്ട, ഞാനൊരു കണക്ഷൻ നോക്കിയിട്ട് അത് മാറുന്നില്ല. അപ്പം ഇതുപോലൊരു കൊച്ചു സിമ്മ് പോലത്തെ ഒരു സാധനം ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചു സിം ഇട്ടിട്ടുണ്ട് വീണ്ടും ജനിച്ചപ്പോൾ ഇന്നലെ. അതുകൊണ്ട് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ കൺട്രോൾ ഇതിൽ വന്നു. ഇതുപോലെയാണ് സ്വർഗം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. സ്വർഗത്തിൻ്റെ സിമ്മായിട്ട് ഒരു വീണ്ടും ജനനം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സ്വർഗം തിരിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ ആവും, നമ്മൾ തിരിയപ്പെടുക. ഇതാണ് ആ കൊച്ചു പങ്കായം. ഈ കാണുന്ന സ്ക്രീനിൽ കണ്ട ഇതാണ് ഈ കറങ്ങുന്ന ഫാൻ പോലെ സംഭവമുണ്ട്. ഇതാണ് പ്രൊപ്പല്ലർ എന്ന് പറയും.
ഇതാണ് റഡർ, പങ്കായം. ഈ മീൻ പിടിക്കാൻ പോണവർക്ക് അറിയാം. ആ പങ്കായം കൊണ്ടൊരു കാഴ്ച തന്നാലുണ്ടല്ലോ. അപ്പൊ ആ പങ്കായം, ആ പങ്കായം കൊണ്ട് ഇഷ്ടമുള്ളതിരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ പങ്കായമാണ് ഇരിക്കുന്നത്. ഇഷ്ടമുള്ളതേ കൊണ്ടുപോവാം. ഇതൊക്കെ സത്യം, ദൈവവചനത്തിൽ സത്യം. ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതുകൊണ്ടാണ് ഇഷ്ടമുള്ളതേ കൊണ്ടുപോകാൻ. ഇതുകൊണ്ട് തെറ്റായി തിരിക്കരുത്. തെറ്റായി തുഴഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. നമ്മൾ അങ്ങോട്ടേക്കും തുഴയും ഇങ്ങോട്ടും തുഴയും, അതുകൊണ്ട് എങ്ങും പോവില്ല, വടന്ന് വട്ടം കറങ്ങും. ശ്രദ്ധിച്ച്. അപ്പോൾ ഈ ഒരു പങ്കായം കണ്ട, ഇതാണ് റഡർ, ഇതാണ് പങ്കായം, ഇതാണ് പ്രൊപ്പല്ലർ, ഈ ഫാൻ കറങ്ങണ പോലെ കറങ്ങണം. ഈ റഡർ കൊണ്ട് എങ്ങോട്ട് തിരിക്കുന്നോ അതനുസരിച്ചിരിക്കും. ഇത് വള്ളം കളിക്ക് പോയാൽ നമുക്കിത് കാണാൻ പറ്റും. ആ പുറകിലൊരു 5-6 പേര് ഇരിക്കുന്നുണ്ട്, അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ വലിയൊരു പങ്കായം കൊണ്ട്. അവർ തുഴയണമെന്നില്ല, അവരിങ്ങനെ തിരിക്കത്തേ ഉള്ളൂ. പക്ഷെ മുമ്പിൽ നിൽക്കുന്നവർ കുറേ പേരിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രൊപ്പല്ലർ. ആ തുഴഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ റഡർ എന്ന് പറയുന്നത് ആ വലിയ പങ്കായം കൊണ്ട് ഇങ്ങനെ പുറകിൽ നിന്നിട്ട് അങ്ങോട്ടും തിരിക്കുന്ന അതാണ്. ഇതേപോലെ നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ ഇനി പറയേണ്ടത് ദൈവവചനം എന്നാ പറഞ്ഞാൽ അത് പറയണം. ലോകം പറയണത് പറയരുത്, നമുക്ക് തോന്നണതും പറയരുത്. വചനത്തിലുണ്ടോ അത് ആസിറ്റീസ് പറയുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്, ദൈവത്തിന്റെ മകളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ഈ ഒരു തലത്തിൽ നിങ്ങൾ പറയാനായിട്ട് തുടങ്ങുക. അപ്പോൾ കാര്യങ്ങൾ മനോഹരമാകാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഇരുന്നു, ഉറക്കം മാറിയവരിരുന്നു. Father, we thank you, give you glory. Lord, I love you. സഹോദരങ്ങളെ, ഇന്നലെ നാം കണ്ട ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെ നാം കണ്ട ഭാഗം, ഇന്നലെ പഠിക്കാനിടയായ ഭാഗം കണ്ടോ? ഒരു വ്യക്തി ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന സിസ്റ്റമാണ്. ഇതാണ് ഒരു പെട്ടിയുടെ കാണിച്ചിരിക്കുന്നത്. ലോക സംവിധാനം, വേൾഡ് സിസ്റ്റം എന്ന് എഴുതിയിരിക്കുന്നു. ഒരു കുഞ്ഞ് ആ വേൾഡ് സിസ്റ്റത്തിലേക്ക് ദൈവം അവനെ പ്രവേശിപ്പിക്കുന്നു. മണ്ണുകൊണ്ടുള്ള ഉടുപ്പ്, ഇതൊരു ഉടുപ്പാണ്, മണ്ണുകൊണ്ടുള്ള ഉടുപ്പ്. മറ്റേത് ഇപ്പോൾ ചുരിദാർ, സാരിയൊക്കെ ഇത് ടെറി കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ വെറും കോട്ടൺ കൊണ്ടോ ഉള്ള ഷർട്ടൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ദൈവം ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കിയതായിരിക്കാം ഈ തുണിയൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മൊത്തം ദൈവം ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഉടുപ്പ് ശരീരത്തിന് മണ്ണുകൊണ്ടുള്ള ഉടുപ്പാണ്. ആ മണ്ണുകൊണ്ടുള്ള ഉടുപ്പിട്ട് ഇത് ഈ ലോകത്തിലൂടെ നമ്മളെ കടത്തിവിടുകയാണ്. ദൈവം നമ്മൾ ഉണ്ടാക്കിയ ഒരു ഉടുപ്പും വളരത്തില്ല, ഇല്ലേ? നിങ്ങളുടെ ഷർട്ടോ ചുരിദാറോ വളരുമോ? ഇല്ല. ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ഉടുപ്പ് വളരും, മൊത്തത്തിൽ വളരും. നേരത്തെ ഇത്ര ചെറുതായിരുന്നു, 1.5 കിലോ, 2 കിലോ, 3 കിലോ. എന്നാൽ അത് ജനിച്ചപ്പോൾ അതിനുശേഷം അത് വളരാൻ തുടങ്ങി. അസ്ഥികളും എല്ലാം വളരാൻ തുടങ്ങി. അതിൻ്റെ ഉള്ള വയറിങ് സിസ്റ്റം, നാഡി നരമ്പ് സിസ്റ്റം വളരാൻ തുടങ്ങി. എല്ലാം വളർന്നു കയറി അവസാനം അതൊരു ശവപ്പെട്ടിയിൽ ആ ശരീരം തീർന്നു. സോള് തീപ്പൊയ്കയിലേക്ക് യാത്രയായി. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് നാം കേട്ടു. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മളുടെ ജീവിത സൈക്കിളിൽ നാം തിരിച്ചറിഞ്ഞു, ഇതാണ് നമ്മളുടെ യാത്ര. ഈ യാത്ര എന്തിനാണ് എന്ന് മനസ്സിലാക്കുക. ഈ യാത്ര ഒരു പരീക്ഷയാണ്, ടെസ്റ്റാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരു ടെസ്റ്റാണ്, ഒരു പ്രവാസകാലമാണ്, ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ നാം ജയിക്കണം. നാം സൃഷ്ടാവിന് വേണ്ടി ജീവിച്ചാൽ നാം ജയിച്ചു. ഇതാ കർത്താവ് യേശു അവസാനം പറയുന്നത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവൻ ഏവനും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് ദൈവഭവനത്തിൽ പ്രവേശിക്കണം. പക്ഷേ എല്ലാവർക്കും അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. Matthew 7:21 ബൈബിൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ജഡ്ജി ആയ ക്രിസ്തു പറയുന്നൊരു കാര്യമാണ്. അവസാനം നിങ്ങൾ പ്രവേശിക്കേണ്ട ഒരു തലമുണ്ട്, ദൈവരാജ്യം. അവിടെ പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത യേശുവിനെ കർത്താവേ എന്ന് പറയുന്നതല്ല എന്ന് യേശു തന്നെ പറയുക. അവിടെ പ്രവേശിക്കാനുള്ള യോഗ്യത യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം ചെയ്യണം. വായിക്കുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ ആരാ സ്വർഗരാജ്യത്തിൽ കടക്കുന്നേ? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. നമ്മളുടെ സൃഷ്ടാവ് നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചത് ആ ഇഷ്ടം നാം ചെയ്യണം, അവരെ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ഇതാരാ പറയുന്നേ? യേശുക്രിസ്തു നേരിട്ടായി പറഞ്ഞു തരുന്നേ.
മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാലും നമ്മളൊക്കെ ഇന്ന് പഠിച്ചുകൊണ്ട് ക്രിസ്തീയ സമൂഹം ഇതാ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ച സ്വർഗ്ഗരാജ്യത്തിൽ കടന്നു കയറുന്ന. പക്ഷെ യേശു തിരുത്തി തരികയാണ്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന എവനും അല്ല, എന്നെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ നാം ഒന്നവിടെ നിൽക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പ്രവേശിക്കുമോ? എനിക്ക് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്നെന്ന് അറിയോ? അപ്പൊ അറിയാത്ത ഞാൻ അങ്ങനെ പ്രവേശിക്കുമോ? നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. ചുറ്റുപാടുള്ള മനുഷ്യർ പറഞ്ഞ ശ്രദ്ധിച്ചിട്ട് വളരരുത്. യേശു ക്രിസ്തു ബൈബിളിലെ വചനം എന്തോ പറയണം അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചുറ്റുപാട് പറയുന്നവർ പറഞ്ഞ ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം യാഗമാക്കരുത്. പകരം ബൈബിൾ അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. സൃഷ്ടാവിന്റെ ഇഷ്ടം തിരിച്ചറിയണം, എന്നിട്ട് അത് ചെയ്യണം. യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, താൻ കുളിച്ചു വന്നേക്കാന്ന് പറയാം. ചിലരൊക്കെ വന്ന വരവ് കാണുമ്പോൾ എടോ ഇത് എവിടെ നിന്ന് കുളിച്ചിട്ട് വരുവാണോ, അതായത് വേർത്ത് കുളിച്ചെങ്ങ വരുന്നേ. ഇതേപോലെ യേശു ക്രിസ്തു ഇവിടെ വന്ന് ജീവിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും ഒക്കെ എല്ലാ യേശു പറയുന്നത് ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അതേ യേശു പറയാണ് പിതാവിന് ഇഷ്ടം ചെയ്തവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ സമൂഹം പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, യേശുവിനെ കർത്താവ് എന്ന് വിളിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും എന്നുള്ള ചിന്തയിൽ നമ്മൾ അവസാനിക്കരുത്. ഹല്ലേലൂയ. നാം സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഇതാ ഞാൻ വരുന്നു. എന്തിനാ? ദൈവമേ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ആഹാരം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതേ ഒരു ഭാഗം നമ്മൾ തിരിച്ചറിയണം. ഈ ലോക ജീവിതം എനിക്ക് എന്തിനാ? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ ഇത്? ഈ ലോക ജീവിതം കുറച്ച് നാള് ഇവിടെ കഴിച്ച് ശരീരം വലുതാക്കി മരിച്ചു പോകുന്നു. എന്തിനാ ഈ ലോക ജീവിതം? നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ വിശുദ്ധ ബൈബിളിലൂടെ അത് എന്താണെന്ന് എങ്ങനെയാണെന്ന് യേശുവിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ജീവിതം ഈ ശരീരത്തിലൂടെ എന്നെ ഇങ്ങനെ കടത്തിവിടുകയാണ്. അവസാനം ഉണ്ടാക്കിയ ശരീരം എല്ലാം ഭൂമിയിൽ തന്നെ മണ്ണായിപ്പോയി, ഭൂമിയിൽ തന്നെ അതിന് മണ്ണായിപ്പോയി. ഹല്ലേലൂയ. ഇതാ നമ്മളുടെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഇതാ ഒരിക്കല് ഈ ഒരു പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളി പോലെയാണ്, വെള്ളത്തുള്ളി പോലെ. ഇതാ ഒരിക്കല് ഗൾഫില് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെറുതായിട്ടൊന്ന് എക്സസൈസ് എടുക്കുക. അപ്പോ ഞാനൊരു സ്വരം കേട്ടു, ടിക് 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 ടിക്. എന്താന്ന് ഒന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ പൈപ്പ്, കിച്ചണിലെ പൈപ്പ് പ്രോപ്പറായിട്ട് അടഞ്ഞിട്ടില്ല. അപ്പോൾ തുള്ളി തുള്ളി വെള്ളം വീഴുക. അപ്പോൾ തന്നെ ദൈവം അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡ് എനിക്ക് തന്നു, മോനെ ഇതേപോലെയാണ് നിങ്ങളുടെ ജീവിതം, ഇതേപോലെയാണ് നിങ്ങളുടെ ജീവിതം. നമ്മൾ ഓരോരുത്തരും ആ പൈപ്പിന്റെ തുമ്പിൽ നിന്ന് വിടുമ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു. ആ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ താഴെ വന്ന് വീഴുമ്പോൾ നമ്മൾ മരിച്ചു. ഹലോ, എൻ്റെ ഒപ്പം ഉണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചേ, ഈ പൈപ്പിലേക്ക് നോക്കിയേ, ഇതുണ്ടോ? ആ പൈപ്പിന്റെ തുമ്പിൽ നിന്ന് ആ വെള്ളം, ആ ഒരു ഡ്രോപ്പ് പൊട്ടി വീണപ്പോ ഇതാ നമ്മളിവിടെ ജനിച്ചു. എന്നാൽ അധികം താമസിയാതെ അത് താഴെ വീണ് പൊട്ടും. ആ വീണ് പൊട്ടുന്നതോടെ നമ്മൾ മരിച്ചു. നമ്മളില്ല. പിന്നെ ഈ പ്ലാനറ്റിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ പ്ലാനറ്റിലേക്ക് ജയിക്കുന്നില്ല എങ്കിൽ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരികയുമില്ല. എന്റെ മക്കളെ ഇത് തിരിച്ചറിയുക. ഇപ്പൊ തീരും നമ്മൾ. ഇതാ ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഇതാ കർത്താവിനെ കാണിച്ചു തന്നത്. ഇതാ ഇതേപോലെ ഓരോ ഡ്രോപ്പാ എൻ്റെ ജീവിതത്തില്. ഇതാ എൻ്റെ അപ്പന്റെ പേര് VC ജോസഫ്, എൻ്റെ പേര് ഷാജി ജോസഫ്, എൻ്റെ മകന്റെ പേര് ഡോൺ വി ഷാജി. എൻ്റെ അപ്പന്റെ പേര് എന്ന് പറയുന്നത്, എൻ്റെ അപ്പൻ അതായത് VC ജോസഫ് എന്ന് പറയുന്ന എൻ്റെ അപ്പന്റെ പേര്, അപ്പന്റെ പേരാണ് മത്തായി മാപ്പിള. ഇനി ആ അപ്പന്റെ പേരാണ് കുര്യൻ. അതിന് മുകളിൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ കുര്യൻ എന്ന ഡ്രോപ്പ് പൈപ്പിൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ വീണ് അവസാനിച്ചു. അതിനുശേഷം കുര്യന്റെ മകനായ മത്തായി മാപ്പിള അത് ഭൂമിയിൽ ഒന്ന് വീണ് അവസാനിച്ചു. ഇപ്പോ എൻ്റെ അപ്പനായ VC ജോസഫ് ദേ ഒരു തുള്ളി താഴെ, ഏത് സമയം വേണമെങ്കിലും വീണ് അവസാനിക്കാം, ഏത് സമയം വേണമെങ്കിലും മരണം കീഴ്പ്പെടുത്താം. അതിന്റെ പുറകെ ഷാജി ജോസഫ് എന്ന് പറഞ്ഞാൽ ഞാനിത് അടുത്ത തുള്ളി. അതിന്റെ പുറകെ എൻ്റെ മകനായ ഡോൺ ഷാജി എന്ന് പറഞ്ഞ അടുത്ത പുള്ളി.
എല്ലാം തുള്ളികളാ. അപ്പൊ നമ്മളെല്ലാം ഒരു അല്പസമയം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഇപ്പൊ വീണ് തീരും, ഇപ്പൊ ഇവിടെ വീണ് തീരും, മരണം പിടിച്ച് തീരും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് ഈ യാത്ര? എന്തിനാണ് ദൈവം ഈ യാത്ര തന്നത്? എന്റെ മോനെ, ഇതൊരു പരീക്ഷയാണ്. ഇതുകൊണ്ടാണ് ബൈബിൾ വളരെ വ്യക്തതയോടെ വെളിച്ചം നമുക്ക് തരുന്നു. ഈ യാത്രയിൽ നീ ജയിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ. ഇതാണ് വെളിപ്പാട് 21:7 പറയുന്നത്. ഇതൊരു ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ടെസ്റ്റിൽ നാം ജയിച്ചാൽ നാം ദൈവത്തിന്റെ മകൻ. വായിക്കും വെളിപ്പാട് 21:7. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്റെ മക്കളെ ശ്രദ്ധിച്ചേ, ബൈബിൾ തീർന്നുണ്ടോ? വെളിച്ചം, സത്യം നീ അറിയുക. ഇത് നീ ദൈവത്തിന്റെ മകനായി ജയം പ്രാപിക്കാനുള്ള ഒരു യാത്രയാ. ഇപ്പൊ നീ ആരുടെ മകനാ? മനുഷ്യന്റെ മകനാ. മനുഷ്യന്റെ മകനാ. ഏതെങ്കിലും ചാക്കോന്റെ മകൻ, ഇതാ ഏതെങ്കിലും മത്തായിയുടെ മകൻ, അല്ലെങ്കിൽ ഒരു പരമേശ്വരന്റെ മകൻ. മനുഷ്യന്റെ മകൻ. 70 ഏറിയാൽ 80, അതിൽ കൂടുതൽ ജീവിതം കൊടുക്കുന്നില്ല. കുറച്ച് ജീവിതം, 100ന്റെ മുകളിലേക്ക് ആരും കയറുന്നില്ല. അവരുടെ തീരുകയാണ് അതിന് മുമ്പ് തന്നെ. എന്താണ് ഈ പരീക്ഷ? ഒരു മണ്ണിന്റെ ഉടുപ്പിന്റെ ഉള്ളില്, ഇതുണ്ട്, ഒരു മണ്ണിന്റെ ഉടുപ്പിന്റെ ഉള്ളില് അവനെ യാത്രയാക്കുകയാണ് ഈ ഭൂമിയിലൂടെ. ഒരു ടെസ്റ്റാണ്. അവൻ ആർക്ക് വേണ്ടി ജീവിക്കും? അവന്റെ സൃഷ്ടാവിന് വേണ്ടി ജീവിക്കുമോ? അതാണ് ദൈവിഷ്ടം ചെയ്യണമെന്ന് പറഞ്ഞ്. അതോ അവന് തോന്നിയത് അവൻ ചെയ്യുകയാണോ? അവൻ ആർക്ക് വേണ്ടി ജീവിക്കും? ജയിച്ചാൽ, നീ സൃഷ്ടാവിന് വേണ്ടി ജീവിച്ചാൽ, ഇതാ ക്രിസ്തു പറയുന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. നീ ആ പിതാവിന്റെ സൃഷ്ടാവിന് ഇഷ്ടത്തിനായിട്ട് ജീവിച്ചാൽ നീ സ്വർഗരാജ്യം അവകാശമാക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പൊ ചെറിയൊരു പീരീഡ് നമ്മൾ അനുവദിച്ചിട്ടുള്ളൂ. അതിൽ നാം എന്ത് ചെയ്യണം? ജയിക്കണം. പക്ഷേ നമ്മളെ ജയിപ്പിക്കാതിരിപ്പാൻ പിശാച് എന്ത് ചെയ്യുന്നറിയാം? ഇവിടത്തെ സകലവിധ മോഹങ്ങളും നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കും. ഇവിടുത്തെ സകല പ്രശ്നങ്ങളിലും നമ്മളെ കൊടുക്കും. അവസാനം നമ്മൾ എന്തിനു പുറകെ ഓടും? പ്രശ്നം മാറാൻ വേണ്ടി ഓടും, കടഭാരം മാറാൻ വേണ്ടി ഓടും, തിന്മകൾ മാറാൻ വേണ്ടി ഓടും. ദൈവം തന്ന സമയം അതോടുകൂടി തീരും. നമ്മൾ ഒരിക്കലും തിരിച്ചറിയത്തില്ല ഈ ജീവിതം ദൈവ ഇഷ്ടം ചെയ്യാനാണെന്ന്. ദൈവ ഇഷ്ടം ചെയ്യാനാണെന്ന്. അതുകൊണ്ട് ലോകമക്കളോട് പറയും, എന്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു അപ്പനുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആ അപ്പന്റെ അടുക്കലേക്ക് യാത്രയാകുക, യേശുവിനെ അനുഗമിച്ചുകൊണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സഭയുടെ ഉള്ളിൽ കയറി ഞങ്ങൾ അങ്ങനെ സ്വർഗത്തിൽ പോകാൻ റെഡി ആയിരിക്കുകയാണെന്ന് ചിന്തിക്കുന്ന സഭകളുടെ ഉള്ളിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എന്റെ സഹോദരങ്ങളോട് ഓർപ്പിക്കുകയാണ്, ബുദ്ധികെട്ടവരാകല്ലേ. എഫേസ്യ ലേഖനം 5:17 നിങ്ങളോട് പറയുന്നു, ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടമെന്ന് തിരിച്ചറിയേ. നീ ബുദ്ധിഹീനനാകല്ലേ. ഞാനിതൊരു സഭയുടെ അംഗമാണെന്നും പറഞ്ഞുകൊണ്ട്. സഭയുടെ അംഗമായതുകൊണ്ട് സ്വർഗരാജ്യം കിട്ടില്ല. എന്റെ കർത്താവ് നേരിട്ട് പറയുക, എന്നെ കർത്താവേ കർത്താവേ എന്ന് നീ ഏറ്റു പറഞ്ഞപ്പോ സഭയുടെ ഉള്ളിൽ കയറി. പക്ഷെ അതുകൊണ്ട് സ്വർഗരാജ്യം കിട്ടത്തില്ല. സഭയുടെ ഉള്ളിലുള്ള നീ ദൈവ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീ ബുദ്ധിഹീനനാകല്ലേ എന്ന് പറഞ്ഞേ. വായിച്ചേ എഫേസ്യ ലേഖനം 5:17. സഭക്കാരോടാ പറയുന്നത്. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നീ ബുദ്ധിഹീനനാകരുത്. രക്ഷിക്കപ്പെട്ട പൈതലെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നീ ബുദ്ധിഹീനനാകരുത്. ബുദ്ധിഹീനനാകരുത്. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ഞാൻ ചെയ്യണം. ഇതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:36 അല്ലെങ്കിൽ 37 പറയുകയാണ്, ദൈവ ഇഷ്ടം ചെയ്ത് ഈ സ്വർഗരാജ്യം എന്ന വാഗ്ദത്തം അവകാശമാക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്താലേ വാഗ്ദത്തം കിട്ടുള്ളൂ, വാഗ്ദത്തം അവകാശമാക്കാൻ പറ്റുള്ളൂ. വായിച്ചേ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോ സഭയിലേക്ക് എത്തിയ ഒരു വ്യക്തി വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. അല്ലാതെ യേശുവിനെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞ് സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ലെന്ന് യേശു പറയണേ. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കൊച്ചി ഷിപ്പ്യാർഡിലൊരു ജോലി കിട്ടുന്നതായിരിക്കുക. കപ്പലുണ്ടാക്കുന്ന പരിപാടിയാ. ഞാനും കുറച്ചാളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ അവിടെ കയറി
അവിടെ കയറി അവിടെ നല്ല ചാപ്പാടൊക്കെ ആട്ടോ. നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ എവിടെ, 8 മണിക്ക് ജോലി തുടങ്ങും. 10 മണിയാകുമ്പോൾ നമ്മൾ എവിടെയാണ്, ഏത് ക്രെയിനിൻ്റെ മുകളിലാണ്, ഏത് കപ്പലിൻ്റെ മുകളിലാണ്, എവിടെയാണോ പണി എടുക്കുന്നത്, അവിടെ ചായയും പലഹാരം എത്തും. നമ്മളൊരു കൂപ്പൺ കൊടുത്താൽ മതി. ആ കൂപ്പൺ 10 പൈസ ഒരെണ്ണത്തിന്. ഞാനായിരുന്ന സമയത്ത് പറയാ 10 പൈസ, 10 പൈസ ഒരു കൂപ്പൺ കൊടുത്താൽ ഇതാ ചായ കിട്ടും. 10 പൈസ വേറൊരു കൂപ്പൺ കൊടുത്താൽ കടിയും കിട്ടും. സുഖം, നല്ല ഒന്നാന്തരം. 12 മണിയാകുമ്പോൾ ക്യാൻറ്റീൻ ഓപ്പണായി. ക്യാൻറ്റീൻ നോക്കുമ്പോൾ വിഭവസമൃദ്ധമായ സാധ്യ. 25 പൈസയുടെ കൂപ്പൺ കൊടുക്കണം. സുഖം. ഇതേപോലെ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ ഉള്ളിൽ കയറി കൂപ്പണും കിട്ടി. എല്ലാവർക്കും മാസത്തിന് ശമ്പളത്തോടെ കൂപ്പൺ കിട്ടും. ആ കൂപ്പണും കിട്ടി. ആ 10 പൈസയുടെ ചായയും 10 പൈസയുടെ കടിയും 25 പൈസയുടെ ഊണും, വിഭവസമൃദ്ധമായ ഊണാണ്. ആ ഊണൊക്കെ കഴിച്ച് കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ പണിയൊന്നും ചെയ്യുന്നില്ല. ഊണ് കഴിക്കൽ, ചായ കുടിക്കൽ, കടി തിന്നല്. ഊണ് കഴിക്കൽ, ചായ കുടിക്കൽ, കടി തിന്നല്. നമ്മളെപ്പോലെ ദൈവം ഇവിടെ ഒരുക്കി വെച്ച സാധനങ്ങൾ മുതൽ അടിച്ചു തീർക്കല്. കഴിച്ചു തീർക്കുക. യജമാന്റെ ഒരു പണിയും ചെയ്യൂല. ദൈവം ഇഷ്ടം എന്ന് പറഞ്ഞ പരിപാടി ചിന്തിക്കുന്ന പോലുമില്ല. ദൈവം വെച്ച വിഭവങ്ങളൊക്കെ ഇതൊക്കെ ആരാടെ വെച്ചത്? ഇവിടുത്തെ പാവയ്ക്ക ആരുടെയാ? ഇവിടുത്തെ വെണ്ടയ്ക്ക ആരുടെയാ? വഴുതനങ്ങ ആരുടെയാ? ഇവിടുത്തെ പശുവും അതോടൊപ്പം തന്നെ താറാവും കോഴിയൊക്കെ ആരുടെയാ? ഒക്കെ ദൈവത്തിന്റെ അല്ലേ? ഇതൊക്കെ അടിച്ച് നമ്മൾ തിന്നുകയല്ലേ? കൊച്ചി ഷിപ്പ്യാർഡിൽ കയറി എല്ലാം കഴിപ്പ്. അവർ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ. തോമാച്ചൻ ഇതാ അവിടെ ഇവിടെ കറങ്ങി നടക്കുക. എന്നിട്ട് ഇടയ്ക്ക് ചായ കുടി, കടിക്കല്, ഇതാ അതുപോലെ ഊണ് കഴിക്കല്. ഇത് മാത്രമേ ഉള്ളൂ. 30-ാം തീയതി ശമ്പളത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ശമ്പളം വരൂല. കാരണം CCTVയിലൂടെ എല്ലാം തോമാച്ചനെ കണ്ടുകൊണ്ടിരിക്കുക. തോമാച്ചൻ ചോദിക്കുക, എനിക്ക് എന്താ ശമ്പളം തരാത്തെ? ഇവിടെ അകത്ത് കയറി കടി കഴിച്ചു, ഊണ് കഴിച്ചാനല്ല, കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഇഷ്ടം ചെയ്യണം. നിന്നെ എന്തിനാണോ പണിക്കെടുത്ത് അത് ചെയ്യണം. ഇതേപോലെ ഈ ഭൂമിയാകുന്ന മണ്ഡലത്തിലേക്ക് നമ്മളെ ഇറക്കി വിട്ടതിന് ചുമ്മാ വെറും ചെലവൊന്നുമല്ല. എന്നാ ചെലവ്? ഇതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്നാ ചെലവാ അല്ലേ? ഇതിനൊരു കേട് വന്നു കഴിഞ്ഞാൽ ആശുപത്രി ഇട്ട് കഴിഞ്ഞാൽ അവർ എത്ര ലക്ഷം മേടിച്ചെടുക്കും? കഴിഞ്ഞ ദിവസം ഒരാൾ പറയാം മരിക്കാൻ 25 ലക്ഷം രൂപ. മരിക്കാൻ 25 ലക്ഷം രൂപയാ. ആ വേറെ ആൾ എന്നിട്ട് പറയുക മരിക്കാൻ 8 ലക്ഷം രൂപ. അതെന്തുവാ? സുഖമില്ലെന്ന് പറഞ്ഞ് ആശുപത്രി കയറ്റി, അവർ നേരെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കയറ്റി. അങ്ങനെ ചികിത്സിച്ച് 25 ലക്ഷം രൂപ മേടിച്ചു. അവസാനം പറഞ്ഞ് കൊണ്ടുപോക്കാളെ മരിച്ചു. മരിക്കാൻ 25 ലക്ഷം രൂപ. വേറെ ആളെന്ന് പറയാ എൻ്റെ ഭർത്താവിനെ ചികിത്സിക്കാൻ കയറ്റി. അങ്ങനെ കയറ്റി ഓരോ പ്രാവശ്യം ബില്ല് തന്ന് 8 ലക്ഷം രൂപ അവരെ ചെലവാക്കി. അതിനുശേഷം പറഞ്ഞ് കൊണ്ടുപോക്കളെ മരിക്കാൻ 8 ലക്ഷം രൂപ. അപ്പൊ ഇവിടെ മരിക്കാൻ വരെ ചാർജാ. ഹല്ലേലൂയ. ഇപ്പത്തെ സിസ്റ്റം എങ്ങനെയാ? ഇപ്പത്തെ സിസ്റ്റം എങ്ങനെയാ? ആളുകൾക്കും ബോധമില്ല, സുബോധമില്ല. ഒരിക്കലും ഒരാൾ ഇങ്ങനെ പറഞ്ഞ്, ഒരു വിവരമുള്ള ഒരാള് ഡോക്ടർമാരോട് ഒരു അപേക്ഷിച്ചതാ. അവര് നിസ്സഹായരാ, അവർക്ക് ടാർജറ്റ് ഒപ്പിക്കണ്ടേ. ഒരാൾ അഡ്മിറ്റ് ചെയ്തതിന് അവർക്ക് പൈസയാന്നാ പറയണേ. അദ്ദേഹം ഒരു ഡോക്ടർ, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത മറ്റു ഡോക്ടർമാരോട്, അതെ ആള് എത്ര ചികിത്സിച്ചാലും കിട്ടത്തില്ലെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ICUവിൻ്റെ ഉള്ളിലിട്ടിട്ട് അവർക്ക് ഓക്സിജനും വെച്ച് അതും വെച്ച് ഇതും വെച്ച് നിങ്ങൾ ഈ ബില്ല് കൂട്ടിക്കൊണ്ടിരിക്കാതെ അവരെ വീട്ടിലേക്ക് അയക്കുക. അവരുടെ മക്കളുടെ മക്കളെയും വീട്ടുകാരെയൊക്കെ കണ്ട് ഒരു തുള്ളി വെള്ളമൊക്കെ നാവിൽ തൊട്ട് അവർ സമാധാനത്തോടെ മരിക്കട്ടെ. ആ മരിക്കാൻ കിടക്കുന്നതിനെ വെച്ച് കാശാക്കാൻ നോക്കാതെ അവർ പോട്ടെ. മക്കളെയും കാണിപ്പിക്കത്തില്ല, വീട്ടുകാരെയും കാണിപ്പിക്കത്തില്ല, ചുറ്റുമുള്ളവരെയും കാണിപ്പിക്കത്തില്ല. കാണണമെങ്കിൽ പെർമിഷൻ എടുക്കണം, ചെരുപ്പ് ഊരണം, മുഖം മൂടി ധരിക്കണം, പലതും ധരിപ്പിച്ച് അകത്ത് കയറ്റി പൈസ കൊള്ളയിട്ട് മാറ്റുന്ന പരിപാടിയല്ലേ ഒരു ഡോക്ടർ മറ്റുള്ളവരോട് ചോദിക്കുക. അങ്ങനെ മരിച്ചാലും അതിൻ്റെ ഉള്ളിൽ 2 ദിവസം ഇട്ട് പൈസ വാങ്ങിച്ച് കൊള്ളയടിച്ച് പലരും ഭവനം ഭവനം പണയം വെച്ചിട്ടാണ് പലരും ചികിത്സിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരൻ, ഇത് എൻ്റെ വിഷയമല്ല എങ്കിലും ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗത്തൊക്കെ നമുക്കൊരല്പം വിവരം ആവശ്യമാണ്, സുബോധം ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഇതിനൊക്കെ ചെലവുണ്ട്. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചില്ലേ? ഇതേപോലെ ഒരെണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ ഈ ലോകത്തിന്?
ദൈവം നമ്മളെ അയച്ചത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടെസ്റ്റ് ചെയ്യാൻ. നീ ആർക്ക് വേണ്ടി ജീവിക്കും? നീ ഒരു കള്ളനായി ജീവിക്കുവോ? ഞാൻ തന്ന മുതലെടുത്തോണ്ട് നീ ഓടുവോ? അതോ നീ എനിക്ക് വേണ്ടി ജീവിക്കുവോ? എൻ്റെ കുഞ്ഞുങ്ങളെ, നാം എല്ലാം കള്ളന്മാരായിട്ട് ജീവിക്കുന്നവരായിരുന്നു. ഇനി ഇത് എൻ്റേതല്ല എന്ന്, ഇതിനൊരു ഓണർ ഉണ്ടെന്ന്, എൻ്റെ അപ്പനാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്ന് അപ്പന് വേണ്ടി ജീവിക്കാൻ തുടങ്ങ്. നീ മരണമില്ലാത്തവനായി നിത്യം ദൈവഭവനത്തിൽ ദൈവം നിന്നെ ജീവിപ്പിക്കും. ഇതാ ദൈവവചനം പറയുന്നത്. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടുക. ആരാ ജയിക്കണേ? കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അത് തിരിച്ചറിയണം. നമ്മൾ അവിടെ ജീവിക്കാൻ തുടങ്ങണം. അപ്പോൾ ഇവർ അല്പസമയത്തേക്കുള്ള, ഇതാ വി സി ജോസഫ് എന്ന് പറഞ്ഞ് താഴെ, ഇവിടെ ഞങ്ങൾ 3 പേരുണ്ട്. എൻ്റെ അപ്പനായ വി സി ജോസഫ്, ഞാൻ ഷാജി ജോസഫ്, എൻ്റെ മകൻ ഡോൺ ഷാജി. ഇതിൽ 3 പേര് ഇപ്പൊ ലൈവില. ഏത് സമയവും ആര് വേണമെങ്കിലും ഇതാ താഴെ വീണിപ്പ് തീരും. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഇതാ ഈ ഭൂമിയിലെ ജീവിതമാണ്. ആ പൈപ്പിൽ നിന്ന് വിടുമ്പോൾ നമ്മൾ ജനിച്ചു, താഴെ വീണ് ഉടയുമ്പോൾ നമ്മൾ മരിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ തീരുമാനമെടുക്കണം, എനിക്ക് അങ്ങോട്ടൊക്കെ പോകണം. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിൽ തീരുമാനമെടുക്കണം. ഇത് ലോക സിസ്റ്റത്തിൽ ഓടിപ്പോകരുത്, തിന്മകളിൽ ഓടിപ്പോകരുത്, ജഡമോഹങ്ങൾ ഓടിപ്പോകരുത്, ഇതാ പണത്തിൻ്റെതായ സ്നേഹത്തിൽ ഓടിപ്പോകരുത്. ഇവിടെ ദൈവസ്നേഹത്തിൽ ദൈവത്തിങ്കിലേക്ക് ഓടിക്കോണം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് നല്ലത്. ശ്രദ്ധിച്ചേ, അല്ലാതെ നമ്മൾ ജീവിച്ചാൽ, ഈ ശരീരം കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്കറിയാം ഇത് കിടക്കുന്നത് ആരാണെന്ന്? ഒരു മനുഷ്യനായ ഭയങ്കര ഒരു ലോക സാമ്രാട്ടായിരുന്നു ഈ കിടക്കുന്നത്. ഈജിപ്തിലെ രാജാവായി കിടക്കണേ, മമ്മിയിട്ട് തുഴിച്ചിരിക്കുക ബോഡി. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതാ കിങ് തൂത്തൻ കാമൻ അദ്ദേഹമായി കിടക്കണേ, കണ്ടോ? ബോഡി കിടക്കുന്നത് കണ്ടോ? വല്ല ഗുണമുണ്ടോ? ജീവിച്ചിരുന്ന കാലത്ത് വളരെ കേമനായിട്ട് ജീവിച്ച രാജാവാ ദാ കിടക്കുന്നു. ഇതേപോലെ നമ്മൾ ഈ ബോഡിയിൽ നിലനിൽക്കത്തില്ല മക്കളെ, നിൽക്കത്തില്ല. ഇത് മണ്ണാണ്, മണ്ണിലേക്ക് തിരികെ പോകും. ഈ ബോഡി അല്ല നമ്മൾ, ഇത് തിരികെ പോകും. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് ഈ ബോഡിക്കുള്ളിൽ നമ്മളുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. നമ്മൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകണം എന്ന കാര്യം ഓർക്കുക. ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരായി കിടക്കണേ, മമ്മിയിട്ട് സൂക്ഷിച്ചിരിക്കുക ഈജിപ്തിന്റെ പിരമിഡുകളിലുള്ളിൽ. ഹല്ലേലൂയ. എന്നാ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ സാധനം ഇപ്പൊ താഴെ വീഴും. ഈ താഴെ വീഴുന്നതിന് മുമ്പ് ഇത് കണ്ടോ, വെറും പൊടിയായി മണ്ണായി പോവുക, പൊടിയായി പോവുക. പണ്ടായിരുന്നത് പോലെ ആ ചേരുകയാ. പ്രിയ സഹോദരങ്ങൾ, ഇതണ്ട, ഇത് ജീവനുള്ള ഒരു മനുഷ്യന്റെ കയ്യ്. ഹല്ലേലൂയ. ദാ പൊടിയായി പോയത് മൊത്തം. ഇതേപോലെ ഈ കൈ ഇതേപോലെ ആയി തീരും. ഇപ്പൊ ആയി തീർന്നിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് ഈ ഒരു മണ്ഡലം വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ഈ ജീവിതം, ഈ ശരീരത്തെ ജീവിക്കുമ്പോൾ ഈ ശരീരമെല്ലാം നമ്മളെന്നും തിരിച്ചറിഞ്ഞ്, ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ്, ആ ഉള്ളിലുള്ള മനുഷ്യനെ ദൈവം വിളിക്കുകയാണ്, മനുഷ്യപുത്ര നീ തിരികെ വാ. അപ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കാൻ പോകണം. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കണം. നമ്മൾ ഈ ജഡത്തിൽ, ഈ ശരീരത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ശരീരമല്ല നമ്മൾ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം, 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഈ ശരീരത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഇതാ ഈ ശരീരപ്രകാരം പോരാടുന്നില്ല. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ 10-3 വായിച്ച്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ശ്രദ്ധിച്ചേ, ജഡം എന്ന് വെച്ചാൽ ഈ ശരീരമാണ് കേട്ടോ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും, ഇത് കണ്ടോ, ഞാൻ ഈ പുൾപിറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചത് എന്തിലാ? ജഡത്തിലല്ലേ, ശരീരത്തിലല്ലേ. അപ്പൊ ശരീരം എന്തിനാ ഉപയോഗിക്കണേ? സഞ്ചരിക്കാൻ. ആർക്ക്? ശരീരത്തിന്റെ ഉള്ളിലുള്ള നിനക്ക്. മനസ്സിലായോ? അപ്പൊ ഈ ശരീരം ഒരു വാഹനം പോലെയാണ്. ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും, നമ്മുടെ ചിന്തയിൽ ഈ സഞ്ചരിക്കുന്ന ഈ സാധനമാണ് നമ്മൾ. അല്ലല്ല, ഇതിന്റെ ഉള്ളിൽ നമ്മളുണ്ട്. പലരും ചിന്തിക്കുന്നു, ഇതാ നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ കാറാ, ആ കാറാണ് ഇതാ മോഹൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ജോർജ് എന്നാണ്, കാറാണ് ജോർജ്. നോ 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 നോ, കാറിന്റെ ഉള്ളിൽ ജോർജ് ഉണ്ട്, കാറ് ജോർജ് അല്ല. ഇതുപോലെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മളുണ്ട്, ശരീരം നമ്മളല്ല. ശരീരം നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കാൻ ദൈവം തന്നിരിക്കുക, ഈ ഭൂമിയിൽ വെളിപ്പെടാൻ തന്നിരിക്കുക. അപ്പൊ നമ്മൾ ശരീരത്തെ സഞ്ചരിക്കുന്നവരാ, ശരീരം നമ്മളല്ല. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഈ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മളുണ്ട്. നമ്മൾ ദൈവത്തോട് ജീവിക്കണം. ശരീരം ഇവിടെ വിട്ടിട്ട് പോകണം.
ശരീരം ഇവിടെ വിട്ടിട്ട് പോകണം. നമ്മൾ ദൈവത്തോടു കൂടെ ജീവിക്കണം. ആരായി? ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ വീട്ടുകാരായി. അതിനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. അതിനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം വ്യക്തതയോടെ തിരിച്ചറിയണം. ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകണം. ഓ ഫാദർ, വി താങ്ക് യു. ആ ഇൻവിറ്റേഷൻ നാം സ്വീകരിക്കണം. ഓ ലോർഡ്, ഐ ലവ് യു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നലെ നാം കണ്ടില്ലേ മനുഷ്യന്റെ 3 സ്റ്റേഷനുകൾ, ഓർക്കുന്നുണ്ടോ? 3 പൊസിഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. 3 സ്റ്റേഷനുകൾ. ദാ 3 സ്റ്റേഷനുകൾ. ആദ്യം നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ ആദം ഹവ്വയും ദൈവത്തോടു കൂടെയായിരുന്നു, ഏദനിലായിരുന്നു. എന്നാൽ അവിടുന്ന് പാപം ചെയ്തപ്പോൾ ദൈവത്തോടു കൂടെയുള്ള ജീവിതം, അതാണ് നമ്മുടെ 1ാമത്തെ സ്റ്റേഷൻ. ആ ജീവനം നമ്മൾ പുറന്തള്ളപ്പെട്ടു, മരണം നമ്മളെ പിടിച്ചു, നമ്മൾ മരണത്തിലേക്ക് എത്തി. നമ്മുടെ 2ാമത്തെ സ്റ്റേഷനിലെത്തി. അവിടെ മരണമുള്ള മനുഷ്യരോട് കൂടിയാണ് ജീവിതം. മരണമുള്ള മനുഷ്യരോട് കൂടെയുള്ള ജീവിതം. മൂക്കിൽ ശ്വാസമുള്ള ഈ മനുഷ്യൻ വധാ ഒരു വിലയുമില്ലാത്ത തലത്തിലുള്ള ഒരു ജീവിതം. ഒരു വിലയുമില്ലാത്ത തലത്തിലുള്ള ഒരു ജീവിതം. ഓ ഫാദർ, വി താങ്ക് യു. ഇതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:22 പറയുന്നു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവന് എന്ത് വില മതിപ്പാനുള്ളൂ? അവന് എന്ത് വില മതിപ്പാനുള്ളൂ? ദൈവത്തോടുകൂടിയുള്ള ജീവിതമുണ്ടോ? അവന് വിലയുണ്ട് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെയുള്ള ജീവിതമുണ്ടോ? അവന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെയുള്ള ജീവിതമുണ്ടോ മോനെ, ദൈവം നിനക്ക് വില തരും. വില തരും. അല്ല എങ്കിൽ വിലയില്ല. വേറെ മൂക്കിൽ ശ്വാസം മാത്രമേ ഉള്ളോ? ഇപ്പൊ തീരും, ഇപ്പൊ തീരും, ഇപ്പൊ തീരും, ഇപ്പൊ തീരും. എന്നാൽ സുവിശേഷത്തിന്റെ ഇൻവിറ്റേഷൻ നീ സ്വീകരിച്ച് അകത്തൊരു പുതിയ സൃഷ്ടിയായ മനുഷ്യനിൽ, പുതുമനുഷ്യനിൽ നീ വീണ്ടും ജനിച്ചോ, നിനക്ക് വിലയുണ്ട്, നിനക്ക് വിലയുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ വിലയില്ല. അകത്തെ ദൈവാനുരൂപനായ മനുഷ്യനിൽ, ആ പുതിയ സൃഷ്ടിയിൽ നീ വീണ്ടും ജനിക്കണം. നിനക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ വിലയില്ല. ഹല്ലേലൂയ. ഈ പലരും വരുമ്പോ, ചിലര് വരുമ്പോ ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. കാരണം അയാളുടെ പൊസിഷനാണ്. ഇതിപ്പോ നിങ്ങള് ഇപ്പോ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക, ഇപ്പൊ BJP ഓഫീസിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി ചെന്ന ആളുകൾ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ നരേന്ദ്രമോദി ഇങ്ങ് വരട്ടെ, എന്തുവാ ഇളകും ജനം അല്ലേ? കാരണം നിങ്ങൾക്ക് 2 കയ്യ്, നരേന്ദ്രമോദിക്ക് 2 കയ്യ്. നിങ്ങൾക്ക് 2 കണ്ണ്, നരേന്ദ്രമോദിക്ക് 2 കണ്ണ്. നിങ്ങൾക്ക് 1 മൂക്ക്, നരേന്ദ്രമോദിക്ക് 1 മൂക്ക്, ഇല്ലേ? പിന്നെ എന്തുവാ ഇദ്ദേഹത്തിന് ഇത്ര വില കൊടുക്കാൻ? എനിക്ക് എന്താ വില തരാത്തെ? കാരണം നിങ്ങളുടെ ഉള്ളിൽ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനം ഇല്ല, അദ്ദേഹത്തിനുള്ളിൽ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനം ഉണ്ട്. ഇതേപോലെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന്റെ ആ ശ്വാസം ഇപ്പൊ തീരും. പക്ഷെ അവന്റെ ഉള്ളിൽ അവൻ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചാൽ അവന് വിലയുണ്ട്. ദൈവസന്നദ്ധയിൽ അവന് വിലയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞെ മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന, വെറും മൂക്കിൽ ശ്വാസം മാത്രമുള്ള മരിച്ചു പോകുന്ന മൃഗതുല്യനായ മനുഷ്യൻ, അവൻ ഈ സ്വർഗസ്ഥ പിതാവിന്റെ ക്രിസ്തുവിനോടുള്ള ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ അവന് വിലയുണ്ട്, അവന് വിലയുണ്ട്. മോനെ, നീ വിലയുള്ളവനാകണം. ഇതാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. ഇതാ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, സൗമ്യതയും താഴ്മയുമുള്ള അകത്തെ മനുഷ്യൻ ദൈവസന്നദ്ധയിൽ വിലയേറിയതാ. നിനക്ക് വിലയുണ്ട്. നീ വിലയുള്ളതായി മാറണം, നീ വിലയുള്ളതായി മാറണം. ഓ ഫാദർ, വി താങ്ക് യു. വിലയില്ലാത്ത മനുഷ്യനായിട്ടല്ല, നീ വിലയുള്ള വ്യക്തിത്വമായി മാറണം. ഓ ഫാദർ, വി താങ്ക് യു. ലോർഡ്, ഐ ലവ് യു. 1 പത്രോസ് 3:4 സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്
മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഹല്ലേലൂയ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന് വിലയൊന്നുമില്ല. പക്ഷേ വീണ്ടും ജനിച്ച മനുഷ്യൻ, അകത്ത് ഒരു പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, രൂപപ്പെട്ട മനുഷ്യൻ, സൗമ്യതയും സാവധാനതയുമുള്ള അകത്തുള്ള മനുഷ്യൻ. അവൻ അകത്ത് വരുമ്പോഴാ ആ മോദി എന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ വെച്ച് പലരും പറയുന്നത്, ഞാൻ ഇങ്ങനെ കേട്ടോ, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ, ചായക്കടക്കാരൻ്റെ മോനാണെന്നോ എന്തൊക്കെ ആളുകൾ പറയും, ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ജനിച്ച അദ്ദേഹത്തിന് വലിയ വിലയുണ്ടായിരുന്നു? വളരെ ഒരു താഴ്ന്നൊരു വില അല്ലേ? പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിലയോ ആ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തിന് ഉള്ളിലേക്ക് തൻ്റെ ഉള്ളിൽ തന്നിൽ എഴുതിയപ്പോഴോ വില കയറിയല്ലേ? ഇതേപോലെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ, ആ മനുഷ്യന് എന്ത് വിലയെന്നാ ചോദിക്കണേ. പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇത് സ്വർഗത്തിലെ ദൈവം ആവിഷ്കരിച്ച ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയിലെ ആ മനുഷ്യൻ, സൗമ്യതയും സാവധാനമുള്ള മനുഷ്യൻ വന്നപ്പോ ദൈവത്തിന്റെ വചനം പറയാ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ അവന് വിലയില്ലായിരിക്കാം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ വിലയേറിയതാ. ഹല്ലേലൂയ. എന്റെ മോനെ, നിന്റെ വില കൂട്ടണ്ടേ? വെറും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യരായി വിലയില്ലാത്ത ഇവിടെ വന്നു അവസാനം ഇതാ സ്വർഗത്തിലെ ദൈവം ക്രിസ്തയേശുവിലൂടെ കാൽവറി ക്രൂശിൽ ഒരുക്കിയ പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിച്ച് വിലയുള്ള ദൈവത്തിന്റെ മകനായി മാറാൻ ഉള്ള ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. നിനക്ക് വില കൂട്ടണം, വാല്യൂ കൂട്ടണം. ബിസിനസ് കോൺഫറൻസുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിങ് തരാനായിട്ട് പലയിടത്തും, ചിലപ്പോൾ ജപ്പാനിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പലരും വരും. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം, വാല്യൂ അഡീഷൻ. നിങ്ങളുടെ കൊച്ചു സമയമേ ഉള്ളൂ, ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് വാല്യൂ അഡീഷൻ ചെയ്യണം. നേരത്തേക്ക് ഫണ്ട് ഫോട്ടോ കോപ്പി മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്ന മാത്രം ഒരു തലമുള്ളൂ. പിന്നെ കുറച്ചുകൂടി വന്നപ്പോൾ ഫോട്ടോ കോപ്പി എടുക്കുന്നത് മാത്രമല്ല, അതിന് വാല്യൂ ആഡ് ചെയ്യാൻ തുടങ്ങി. അതിൽ ചെറിയൊരു സെറ്റപ്പ് വെച്ച് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ID കാർഡ് എടുക്കുമ്പോൾ ID കാർഡിൻ്റെ 2 സൈഡ് ഒരുമിച്ച് എടുക്കുന്ന തലം അതിലേക്ക് വന്നു. വാല്യൂ ആഡ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വാല്യൂ ആഡ് ചെയ്യുക. ഫോട്ടോ കോപ്പി മാത്രമല്ല, അതിൽ പ്രിൻ്ററും കൂടി കയറി. വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് വില കയറുക, വാല്യൂ ആഡ് ചെയ്യുക. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പ്രിൻ്റർ മാത്രമല്ല, അതേ ഫോട്ടോ കോപ്പി മെഷീനിൽ സ്കാനർ കൂടി കയറി. വാല്യൂ ആഡ് ചെയ്യുക. ഹല്ലേലൂയ. ഇതേപോലെ മോളെ, നിന്റെ വാല്യൂ ആഡ് ചെയ്യേ. വില മതിക്കാൻ കഴിയാത്ത ദൈവസന്നിധിയിൽ വാല്യൂ ഉള്ള ആ ഒരു തലത്തിലേക്ക് നീ മാറ. മൂക്കിൽ ശ്വാസമുള്ള, ഇപ്പോൾ ശ്വാസം തീരുന്ന ഒരു മനുഷ്യനായി, വില കുറഞ്ഞ മനുഷ്യനായി നിലകൊള്ളാതെ ഇതാ ഒരിക്കലും ജീവൻ നശിക്കാത്ത ആ ദൈവപുത്രനായ, ആ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ മകനായ ക്രിസ്തുവിന്റെ ഉള്ളിലെ നിത്യനായ ദൈവത്തിന്റെ മകനായി മാറുന്നേ. ഈ ഒരു തലം തിരിച്ചറിയേ. അല്ലാതെ നമ്മുടെ വീറും വാശി, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ CSI കാരനാണ്, പെന്തക്കോസ്തുകാരനാണ്, ബ്രദറൻകാരനാണ്, ഞാൻ ബാപ്റ്റിസ്റ്റാണ്, ഇതിനൊന്നും ഒരു വിലയില്ല. ദൈവത്തിന്റെ മകനായി മാറ്. ഈ പറഞ്ഞ ഒരു കൂട്ടവും ഈ പുസ്തകത്തിലില്ല. പകരം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, വീണ്ടും ജനനം പ്രാപിച്ച ദൈവപുത്രന്മാർ ഈ പുസ്തകത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാ മനുഷ്യരെ സ്നേഹിക്കുക, ക്രിസ്തുവെ ധരിക്കുക, ക്രിസ്തുവിൽ വളരെ, ക്രിസ്തുവെ അനുഗമിക്കുക. ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിന്റെ മാറിലാണ്. ഈ ഭൂമിയിൽ ഒരു പ്രശ്നം മാറാൻ വേണ്ടി എൻ്റെ മക്കളെ നിങ്ങൾ ധ്യാനം കൂടാൻ വന്നവരാ. പക്ഷേ അവിടെ കുറിച്ച് പറയാണ്, ഇവിടുത്തെ പ്രശ്നം മാറുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിൽ അരിഷ്ടന്മാരാണെന്നാണ് ബൈബിൾ പറയണേ. സകല മനുഷ്യരിലും. 1 Corinthians 15:19 അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരാ. ഇവിടുത്തെ കാറ് കിട്ടണം, ഇവിടുത്തെ വീട് കിട്ടണം, ഇവിടുത്തെ പ്രശ്നം മാറണം, അതിനുവേണ്ടി മാത്രമല്ല ക്രിസ്തു. വായിക്കേ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കണ്ടോ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന അരിഷ്ടന്മാർ. 1 Corinthians 15:19 ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന അരിഷ്ടന്മാർ. അപ്പൊ ആർക്ക് പ്രത്യാശ? ക്രിസ്തുവിൽ. പക്ഷെ അവസാനം ആരായി തീരും? അരിഷ്ടന്മാർ. ഹല്ലേലൂയ. അരിഷ്ടന്മാർ. കാരണം അവർക്ക് ഈ ആയുസ്സിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൽ പ്രത്യാശ. ഏതായുസ്? ആ അസ്ഥിപഞ്ചരായി തീരുന്ന സമയം കണ്ടില്ലേ? 70 ഏറിയാൽ 80. അതിൽ എനിക്ക് ക്രിസ്തുവിൽ എനിക്ക് പ്രത്യാശയാണ്. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ സകല മനുഷ്യരിൽ അരിഷ്ടന്മാരാ. കാരണം ക്രിസ്തുവിനെ തന്നത് ഈ ആയുസ് മനോഹരമാക്കാനല്ല, നിന്റെ
തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്ന് അടുത്ത ആയുസ്സിലേക്ക് കയറിപ്പോകാനാ, നിത്യമായ ആയുസ്സിലേക്ക് കയറിപ്പോകാനാ, ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് കയറിപ്പോകാനാ. പക്ഷെ അത് നീ ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് ഇപ്പോൾ മാത്രം നീ പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് ആയിപ്പോയി. ഇപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു തലം അല്ല, അത് ഉപയോഗിച്ച് അടുത്ത മണ്ഡലത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയായി തന്നേക്കണേ. ഹല്ലേലൂയ. നിനക്ക് നിന്റെ വീട്ടിൽ മൊത്തം ഇരുട്ട്, ഒരാള് ഇത് അറിയുന്ന ഒരാള് നിനക്കൊരു കാര്യം, നിനക്ക് കുറച്ച് വയറ് തന്നിട്ട് പറഞ്ഞു, ഇതാ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഈ വയറ് കൊണ്ട് അവിടെ കണക്ട് ചെയ്ത് നിന്റെ വീട്ടിലെ ആ ബൾബ് കണ്ണിലേക്ക് കണക്ട് ചെയ്താൽ നിനക്ക് ഈ വെളിച്ചം കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ അത് അറിയാമോ, കിട്ടിയ വയറെടുത്ത് അഴകെട്ടി നല്ല കാര്യം. ഭാര്യ പറഞ്ഞു, ചാച്ചാ താങ്ക് യു, ഞാൻ തുണി ഇടാനായിട്ടൊരു സ്ഥലമില്ലാതിരിക്കുമായിരുന്നു, ചാച്ചൻ കെട്ടിയ അഴയിലായിരുന്നു ഇന്നലെ തുണി ഇട്ടത്. അടുത്ത ആഴ്ച ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് വലിയവനും നല്ലവനും വിശ്വസ്തനും ആയിരുന്നു, എൻ്റെ ചാച്ചൻ കെട്ടിയ അഴയിലായിരുന്നു ഞാൻ തുണി ഇട്ടത്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നല്ല കാര്യമാണ്, ആ ചാച്ചൻ കെട്ടിയ അഴിയിൽ തുണി കിട്ടൂ. പക്ഷേ വീട്ടിൽ ലൈറ്റ് കത്തുവോ? തന്നത് എന്തിനു വേണ്ടിയാ? കോപ്പറിന്റെ വയറ്, ഇലക്ട്രിസിറ്റി നിന്റെ വീട്ടിലേക്ക് വരാനാ. യേശുക്രിസ്തുവിനെ തന്ന എന്തിനു വേണ്ടിയാ? മരണമുള്ള നിന്നെ മരണമില്ലാത്തവനാക്കി സ്വർഗീയ ഭവനത്തില് ദൈവത്തിന്റെ മകനാക്കി മാറ്റാനല്ലേ, ദൈവിക ഭവനക്കാരനാക്കി മാറ്റാനല്ലേ. പക്ഷെ അതിന് പകരം നീ അതുകൊണ്ട് എന്നാ ചെയ്തേ? ഈ ലോകത്തിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം മറ്റ് പിശാചി ദൈവങ്ങളുടെ അടുക്കൽ പോയി കതിന പൊട്ടിക്കുന്നത് പോലെ യേശുവിന്റെ അടുക്കൽ പോയി കതിനയല്ല പൊട്ടിച്ച് സ്തോത്രം പറഞ്ഞ് കാര്യം നടത്താൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ വചനം പ്രതി സകല മനുഷ്യരിലും അരിഷ്ടരാണ്. പകരം യേശു എന്നാ പറഞ്ഞു? ഇതൊന്നും നിനക്ക് വേണ്ടെന്നല്ല പറഞ്ഞ. യേശു പറഞ്ഞു, മുമ്പേ ആ അപ്പന്റെ രാജ്യത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക, അങ്ങോട്ടേക്ക് എത്തുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ ഇവിടെ വേണ്ടത് നിനക്ക് ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ഇതൊന്നും പറയാതെ നമ്മൾ അതിനോടുകൂടെ കൂട്ടി, വചനത്തോടുകൂടി കൂട്ടി, വചനത്തെ കുറച്ചു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ അതിനിടയ്ക്ക് ആരാധിച്ചാ കിട്ടുമെന്ന്. യേശു അങ്ങനെയൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞത് പറയാതെ നമുക്ക് തോന്നിയത് ചേർത്തങ്ങ പറഞ്ഞു. എന്നിട്ട് ജനം മുഴുവൻ അതല്ലേ എളുപ്പം, ഒന്ന് യേശുവിനെ അനുഗമിക്കണം, മറ്റത് ആരാധിക്കണം. ഏതാ ചെലവുള്ളേ? യേശു നല്ലവേ, യേശു വലിയവേ. എത്ര രൂപ ചെലവായി? എന്ത് ചെലവായി? ഒന്നും ചെലവായില്ല. സുഖം ചെലവായി, ഒന്നും ചെലവായില്ല. പക്ഷെ യേശുവിനെ ദൈവരാജ്യം അന്വേഷിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാ. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ വലിയ ചെലവാ. സ്വന്തം രാജ്യം കളയണം, തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുക്കണം. ഹല്ലേലൂയ. പല സഹനങ്ങളിലൂടെ കയറിപ്പോണം. പലരും പഴിക്കും, പലരും തിരുമ പറയും. ഹല്ലേലൂയ. ഇവൻ യേശുവിനെ പോലും അന്നത്തെ പ്രസംഗര് ചർച്ചയിൽ നിന്ന് പുറത്താക്കി, ഉന്തിത്തള്ളി താഴെയിടാൻ പോയി. അവസാനം പറഞ്ഞു ഇവനെ കൊന്നേക്കാൻ പറഞ്ഞു. ചർച്ചക്കാരുടെ വരിക. അവസാനം ഞാൻ ലോകത്തിലെ ജഡ്ജി പറഞ്ഞു, ഇവന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നോ അവനെ കൊന്നേക്ക്, കള്ളനെയും കാണാതെ ബറാബാസിനെയും കാണാതെ. അപ്പൊ ചെലവുണ്ട്. യേശുവിനെ അനുകരിക്കണം. യേശു പറഞ്ഞു പച്ചമരത്തോടെ ഇങ്ങനെ ഉണങ്ങിയതോടെ എത്രയധികം ചെലവുണ്ട്. മറ്റേത് പിന്നെ പ്രശ്നമില്ല, ഇവരുടെ കൂടെ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളുക. ഉന്തി തള്ളി സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ കയറി പോകുമ്പോഴേ 1.5 2 ടിക്കറ്റ്, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞു, 1.5 ടിക്കറ്റ് 2 2.5 ടിക്കറ്റ്. ഗേറ്റ് തുറക്കും, സിനിമാ തിയേറ്ററിന്റെ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേർ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുക. ഗേറ്റിൽ പടം റിലീസാണ് സമയം, ഗേറ്റ് തുറക്കണ സമയം ഒരൊറ്റ ഓട്ട. അവസാനം 1.5 2 ടിക്കറ്റുള്ള സമയം, 2.5 ടിക്കറ്റുള്ള ആ ഒരു കൊച്ചി ഇരുമ്പല്ല, ശരി കോൺക്രീറ്റിന്റെ ചെടിയുടെ ഇടവഴിയാ. അവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് തള്ളി അങ്ങ് വരും. അവിടെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, നമ്മളകത്ത് കയറിപ്പോക്കോളും. മനസ്സിലായി? ഇതേപോലെ ഈ കൂട്ടത്തിൽ നിന്ന് കൊടുത്താൽ സ്വർഗ്ഗരാജ്യത്തിൽ കയറുമെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. പകരം കർത്താവ് പറഞ്ഞു, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതെന്താണെന്നറിയാമോ? ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ദ ഹെവൻലി ഫാമിലി. സ്വർഗീയ കുടുംബത്തിൽ സ്വർഗീയ പിതാവിനോടുകൂടെ, മരണമില്ലാത്ത സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ ജീവിക്കുവാൻ നമുക്ക് തന്ന ഇൻവിറ്റേഷനാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണോ? എന്നിട്ട് മരണമുള്ള മനുഷ്യരോടുകൂടെ വിലയില്ലാത്തവരായി ജീവിക്കുന്നത് വിട്ടിട്ട് ഇതാ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ വിലയുള്ളവരായി ജീവിക്കണം. വിലയുള്ളവരായി ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തനായി ജീവിക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ.
വിലയില്ലാത്തവരുടെ കൂട്ടത്തിൽ ദൈവത്തിന്റെ ഒരു ഭക്തനുണ്ടെങ്കിൽ അവന് വിലയുണ്ട്. അവന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. മക്കളെ, നിങ്ങൾ വിലയേറിയതായിരിക്കണം. നിങ്ങളുടെ മരണം ദൈവത്തിന് വിലയേറിയതായി മാറും. ഓ ഫാദർ, വി താങ്ക് യു. സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ വില കൂട്ടണം കേട്ടോ, വില കൂട്ടിക്കോറണം. ഓ ഫാദർ, വി താങ്ക് യു. 116 സങ്കീർത്തനം 15 വാക്യം വായിച്ച്. 116 സങ്കീർത്തനം 15 വാക്യം. വില കൂട്ടണം, എല്ലാവരും വില കൂട്ടണം. നല്ലൊരു ടൈറ്റിലാണ് അല്ലേ, നല്ലൊരു ടൈറ്റിലാണ് അല്ലേ. എല്ലാവരും വില കൂട്ടണം കേട്ടോ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം കണ്ടോ, തന്റെ ഭക്തന്മാരുടെ മരണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിനായി കാത്തിരിക്കുന്നവനാ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയെ, ആ ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയെ സ്വീകരിച്ചവനാ, ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചവനാ. അവന്റെ മരണം ദൈവത്തിന് വിലയേറിയതാ, ദൈവത്തിന് വിലയേറിയതാ. ഹല്ലേലൂയ. അപ്പൊ വില കുറഞ്ഞിരുന്ന സമയം കളയാറില്ല അല്ലേ, വിലയേറിയതിനു വേണ്ടി സമയം കളയും. അത് ശ്രദ്ധയോടെ എടുക്കുള്ളൂ. വിലയേറിയത് ശ്രദ്ധിച്ച് നിങ്ങൾ സാധാരണ ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കടുക് നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ 3-4 കടുക് താഴെ പോയി, കടുകേ താഴെ പോയി, നിങ്ങൾ കടുക് അന്വേഷിച്ചിറങ്ങുമോ? അതിന് ഇത്ര വിലയുള്ളൂ, അത് പോട്ടെ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു 1-2 ജിമിക്കിയോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു, ഇങ്ങനെ മുത്തുള്ള ആ ജിമിക്കി എടുത്തപ്പോൾ 2-3 മുത്ത് താഴേക്ക് പോയി. നിങ്ങൾ എന്ത് ചെയ്യും? ആ പോട്ടെ എന്ന് പറയുക. നിങ്ങൾ ജോലിയെടുക്കും, വിളക്ക് കത്തിക്കും, അത് വളരെ ശ്രദ്ധയോടെ അന്വേഷിക്കും, കാരണം നിങ്ങൾക്ക് അത് വിലയേറിയതാ. ഹല്ലേലൂയ. ഇതേപോലെ ദൈവസന്നിധിയിൽ നമ്മുടെ വില കയറണോ? ദൈവം വെച്ച ഇൻവിറ്റേഷൻ സ്വീകരിക്കുക, ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. ദൈവം നമ്മുടെ ഹൃദയം കാണുകയാ, ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. ക്രിസ്തുവിനെ അനുഗമിച്ച് ആ ഇൻവിറ്റേഷൻ സ്വന്തമാക്കാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുക. ഹല്ലേലൂയ. ഒന്നൊരു വായിച്ച് 115-16. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. അപ്പൊ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന് എന്നാ വിലയുള്ളേ? പക്ഷെ അവൻ ദൈവത്തിന്റെ ഭക്തനായാൽ അവന്റെ മരണവും ദൈവത്തിന് വിലയേറിയതാ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ആ വില ദൈവസന്നിധിയിൽ എപ്പോഴും വർദ്ധിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. Lord, I love you, Abba. I love you. ഒന്ന് പത്രോസ് 1:7. ഈ ഒരു മനുഷ്യന്റെ ഒരു ശുദ്ധീകരണമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ശുദ്ധീകരണത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ, തീയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ ആ ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സും വിലയേറിയതാ ദൈവസന്നിധിയിൽ. വായിച്ചേ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും. ഹല്ലേലൂയ. ഇവിടെ പറയാണ് വിശ്വാസത്തിന്റെ പരിശോധന. നിങ്ങൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും. ചുമ്മാ ഞാൻ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും ദൈവം വിടത്തില്ല. വിശ്വാസം എന്ത് ചെയ്യും? ദൈവം ഒരു പരീക്ഷ ഇടും. ഹല്ലേലൂയ. ആ പരീക്ഷ ഇടും. ആ പരീക്ഷ വിലയേറിയതാ. സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ നിങ്ങളുടെ തീയിലൂടെ കയറ്റിവിടും. അതായത് ഇപ്പൊ നിങ്ങൾ പറയാണ്, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു. എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിളാ. നുണ പറയരുത്. നിങ്ങൾ ഇതുവരെയും നുണ പറഞ്ഞ് ഒരു നുണ പറഞ്ഞ് 5000 രൂപ കിട്ടും. അറിയാതെ വീട്ടിലെത്തിക്കുള്ളൂ പൈസ. പക്ഷെ നുണ പറയരുത് കേട്ടു. അടുത്ത ദിവസം നുണ പറയാനുള്ള സാഹചര്യം വരും. നിങ്ങൾ നുണ പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധനയിൽ തോറ്റു. നിങ്ങൾ നുണ പറയാതെ 5000 രൂപ നഷ്ടപ്പെട്ടാൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ജയിച്ചു. ഹല്ലേലൂയ. ഇതൊരു എക്സാമ്പിളാ, വിശ്വാസത്തിന്റെ പരിശോധനയുടെ ഒരു എക്സാമ്പിളാ. ഹല്ലേലൂയ. നിങ്ങൾ ഒരാളായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. ഒരു പുരുഷനുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആ പുരുഷന് വേണ്ടി നിങ്ങൾ റെഡിയായിരിക്കുക. അപ്പോഴാണ് അദ്ദേഹത്തെക്കാൾ സുന്ദരനായ വലിയ ശമ്പളമുള്ള US നിന്ന് മറ്റൊരാൾ നിങ്ങളുടെ വിവാഹത്തിനായിട്ട് ആലോചിച്ചു വരുന്നു. നിങ്ങൾ നാട്ടിലെ തൊഴിലാളിയായ ആ വ്യക്തിയെ ഉപേക്ഷിച്ച് മറ്റേ വ്യക്തിയിലേക്ക് കയറിപ്പോയാൽ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധനയിൽ പരാജയപ്പെട്ടു.
നാവ് കൊണ്ട് സത്യം ചെയ്തിട്ട് മാറാത്തവൻ, അവനെ യഹോവയുടെ സന്നിധിയിൽ യഹോവയുടെ പർവ്വതത്തിൽ വസിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ പറഞ്ഞെന്നുള്ളൂ. അത് വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഇൻവിറ്റേഷൻ മറക്കരുത്. സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മൾ ഓരോരുത്തരെയും ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, മരണമുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, മൂക്കിൽ ശ്വാസം ഏത് സമയം അവസാനിക്കാവുന്ന ഈ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഇതാ ദൈവത്തിന്റെ ഇടയിലേക്ക് നമ്മളെ വിളിക്കുക, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വിളിക്കുക, ദൈവത്തിന്റെ ഭവനക്കാരായി വിളിക്കുക, ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി വിളിക്കുക, ദൈവത്തിന്റെ വംശമായി നമ്മളെ വിളിക്കുക. എൻ്റെ സുവിശേഷത്തിലൂടെ എത്ര വ്യക്തതയോടെ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ. ഇന്ന് നാം മനുഷ്യരോട് കൂടെയാണ് ജീവിക്കണം, ദൈവത്തോടു കൂടെ അല്ല ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ വീണ്ടും ജനനത്തിൽ നാം ദൈവത്തോടുകൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സ്വർഗരാജ്യത്തിൽ നാം വീണ്ടും ജനിച്ചു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. ആ സ്വീകരിച്ച സമയത്ത് ഒരു പുതിയ പൗരത്വത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചു. സ്വർഗരാജ്യത്ത് നിങ്ങൾ വീണ്ടും ജനിച്ചു. ഇത് തിരിച്ചറിയണം. അല്ലാതെ ജാതി മത സംഘടനയിലല്ല നിങ്ങൾ എത്തിയത്, സ്വർഗീയ ഭവനത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ പൗരത്വം പുതിയൊരു പൗരത്വത്തിലേക്ക് നിങ്ങൾ കയറി. ഭൂമിയിലെ പൗരത്വം മാത്രമേ നിങ്ങൾക്കുള്ളൂ ഈ ഭൂമിയിൽ ജനിച്ചപ്പോ. എന്നാൽ പുതിയൊരു പൗരത്വത്തിലേക്ക് നിങ്ങൾ കയറി. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3:20 വായിച്ച്. ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ വായിച്ചോ? ദൈവത്തിന്റെ വചനം പറയാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ പൗരത്വം. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ നിങ്ങൾക്ക് ആ പൗരത്വം ലഭിച്ചു കഴിഞ്ഞു സ്വർഗത്തിൽ. നിങ്ങളുടെ പൗരത്വം ഇനി സ്വർഗത്തിലാ. അതെന്ത് പൗരത്വമാ? മരണമില്ലാത്ത പൗരത്വമാ. അപ്പൊ ഭൂമിയിലുള്ളതോ മരണമുള്ള പൗരത്വമാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ഒരുമിച്ചും ഒന്ന് മനസ്സിലാക്കിയേ. ഈ ഭൂമിയിലുള്ള പൗരത്വത്തിലും മരണമുണ്ട്. ഈ ശരീരം പോകും. പക്ഷേ നിങ്ങൾക്ക് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ പൗരത്വം കിട്ടി, അത് സ്വർഗത്തിലാ. അവിടെ നിങ്ങൾ മനുഷ്യപുത്രനല്ല, ദൈവപുത്രനാ. അതാണ് പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. പുതിയ മനുഷ്യൻ. ആ പൗരത്വം തീരുന്നില്ല. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഈ ശരീരം മരിച്ച എവിടെയെങ്കിലും അടക്കപ്പെട്ടാലോ കത്തിച്ചു കളഞ്ഞാലോ നിങ്ങളുടെ സ്വർഗീയ പൗരത്വം തീരുന്നില്ല. അവിടെ നിങ്ങൾ വീണ്ടും ജീവിക്കും. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാ. ദൈവത്തോടു കൂടിയുള്ള ജീവിതമാ അത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യനോടുകൂടെയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവാൽ ജീവിക്കുന്ന ദേവപുത്രൻ ജീവിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെയാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇനിയും ഇവിടെ കിടന്ന് വട്ടം കറങ്ങി ഇവിടത്തെ മതത്തിലും ജാതിയിലും കളിക്കാതെ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് ഇതാ സ്വർഗരാജ്യത്തിൽ സ്വർഗീയ പിതാവിന്റെ ഭവനം അവകാശമാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതാ കർത്താവ് പറഞ്ഞു 25 പ്രാവശ്യം ഈ ലോകം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി തെറ്റിപ്പോയി. ഈ പുതിയ നിയമത്തിലെ 4 ക്രിസ്ത്യാനികളായവർ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർക്ക് കുഴപ്പമില്ല, അവരെ എളുപ്പം പഠിപ്പിക്കാൻ പറ്റും. ക്രിസ്ത്യാനികളെ എളുപ്പം പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 സുവിശേഷം പുതിയ നിയമത്തിൽ, ഈ 4 സുവിശേഷത്തിൽ 25 പ്രാവശ്യത്തിലധികം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്നെ അനുഗമിക്കാൻ, ക്രിസ്തുവെ അനുഗമിക്കാൻ. പക്ഷെ ക്രിസ്തീയ സുവിശേഷകർ, ശുശ്രൂഷകന്മാർ അത് ഒരു പ്രാവശ്യം പോലും പറയുന്നത് കേൾക്കാനില്ല. പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്തോത്രം. പകരം ക്രിസ്തീയ സുവിശേഷന്മാർ പറയുന്നത് എന്നാണെന്നറിയാമോ? ക്രിസ്തുവെ സ്തുതിക്ക്. യേശു ക്രിസ്തു ഒരു പ്രാവശ്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ല ഈ പുസ്തകത്തിൽ. നമ്മൾ വളരെ തെറ്റിപ്പോയി. ഈ ബൈബിളിൽ നമ്മൾ കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല. ക്രിസ്തുവിനെ സ്തുതിക്കുന്നതോട് യാതൊരു കുഴപ്പമില്ല, തെറ്റുമില്ല. സ്വർഗീയ പിതാവിന് കൊടുക്കുന്ന ബഹുമാനം പോലെ ക്രിസ്തുവിനെയും നമുക്ക് ബഹുമാനം കൊടുക്കാം. പക്ഷെ ക്രിസ്തു ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളോട്.
ക്രിസ്തു ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പോവുകയും ക്രിസ്തു 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷങ്ങളിൽ ആവശ്യപ്പെട്ട കാര്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോയില്ലേ? എന്നിട്ട് അവസാനം നമ്മൾ പുറന്തള്ളപ്പെടും. കർത്താവ് പറയുന്നത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നമ്മൾ എന്നാ ചെയ്യും? ഇന്ന് വലിയ സമൂഹത്തിന്റെ പുറകെ പോകാൻ ആരെ അംഗീകരിക്കാൻ വേണ്ടി, ഏത് മൂക്കിൽ ശ്വാസമുള്ള ഈ സമൂഹം നാളെ തീരും. അവർ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ ബൈബിളിലെ വചനം കണ്ടില്ല കേട്ടില്ല എന്നടിച്ചാൽ ആർക്ക് പോയി? നമുക്ക് പോയി. ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞു, ആകാശം മാറും ഭൂമി മാറും, എൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത വചനത്തോട് ഇതാ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമ്മൾ സത്യത്തിന് സാക്ഷി നിൽക്കുന്നതിന് പകരം അസത്യത്തിന് സാക്ഷി എന്നുകൊണ്ട് എന്ത് കാര്യം? അതിനല്ല നമ്മളെ വിളിച്ചത്. ഇത്രയും ശ്രേഷ്ഠമായി വിളി വേറെ എവിടെയുണ്ട്? നമ്മുടെ മരണം മാറ്റി തരാമെന്ന് ഈ ഭൂമിയിൽ ഏതെങ്കിലും ബാങ്കിലെ മാനേജർ പറഞ്ഞിട്ടുണ്ടോ? അല്ല പോട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അല്ല മുഖ്യമന്ത്രി പിണറായി പറഞ്ഞോ എൻ്റെ പുതിയ ഓഫർ ഞാൻ നിങ്ങളുടെ മരണം മാറ്റിത്തരും പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രി മോദി പല ഓഫറും കൊടുക്കുന്നല്ലേ, പറഞ്ഞിട്ടുണ്ടോ? മക്കളെ ഞാൻ നിങ്ങളുടെ മരണം മാറ്റിത്തരും, എനിക്ക് വോട്ട് ചെയ്യേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ സ്വർഗത്തിലെ ദൈവമായി തന്റെ പുത്രൻ വന്ന് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് ഓഫർ, ദ റിയൽ ഓഫർ, ദ റിയൽ വൺ. ഹല്ലേലൂയ. ആ ഓഫർ സ്വീകരിക്കണം. ഈ മരണമുള്ള മൂക്കിൽ ശ്വാസമുള്ള ഈ മനുഷ്യനിൽ നിന്ന് മരണമില്ലാത്ത ദൈവപുത്രനിലേക്കുള്ള യാത്ര, ദൈവത്തോടുകൂടെ ജീവിക്കാൻ, ദൈവത്തിന്റെ ഭവനക്കാരനായി ജീവിക്കാൻ. ഇതാണ് പുതിയ കവണന്റ്, ന്യൂ കവണന്റ്. ഹല്ലേലൂയ. ന്യൂ കവണന്റ്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള കവണന്റ് അഗ്രിമെന്റ്. നിരപ്പിന്റെ ശുശ്രൂഷ. ഒരുവ ക്രിസ്തുവിലായാൽ, സക്കോറിയൻ 5:17 പറയാ, അപ്പൊ പുതിയ സൃഷ്ടിയാ, പഴയതല്ല. ഇതിന്റെ എക്സ്റ്റൻഷൻ അല്ല, ഇത് പഴയതാ. അവൻ പുതിയ സൃഷ്ടിയാ. ഇത് ജഡരൂപി, മറ്റത് ആത്മരൂപി. ഇത് ജഡത്തിൽ നിന്ന് ആരംഭിക്കുന്നു, മറ്റത് ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്നു. ഹല്ലേലൂയ. ഒരുവൻ ഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നു, മറ്റത് സ്വർഗത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരൻ, ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയാണ് അതിന് തൊട്ട് മുമ്പില് ഇന്ന് വരെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. എല്ലാവരും അറിയുന്ന ആത്മപ്രകാരമാ. എന്നിട്ട് താഴേക്ക് പറയാ, 5:17 വായിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇത് പുതിയതായി തീർന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഇതിനൊക്കെ ദൈവമാണ് കാരണക്കാരൻ. ഇതിനൊക്കെ പുറയിൽ പ്രവർത്തിക്കുന്നത് ദൈവ അപ്പൻ, ആ സ്നേഹനിധിയായ അപ്പൻ, നമ്മുടെ സ്നേഹം കൊതിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. ഇതിനൊക്കെ കാരണക്കാരൻ ദൈവമാണ്. താഴേക്ക് വായിച്ചേ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇതിനൊക്കെയും ദൈവമാണ് കാരണക്കാരൻ. നമ്മളൊന്നും ചെയ്തതല്ല, ദൈവം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ പുതിയ സൃഷ്ടികളാക്കി തന്നോട് ചേർക്കാൻ പോവുക, തന്നെ 3ാമത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. ഇതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നത്, ഇതാ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. സന്തോഷമുണ്ടോ എൻ്റെ മക്കളെ? ഇതിൽ മൂക്കിൽ ശ്വാസമുള്ള ഇതാ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ആയും അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടി അവരും ചാകും, നിങ്ങളും ചാകും. എന്നാൽ ഈ അവസ്ഥയിൽ നമ്മളെ മാറ്റി ഇതാ നമ്മൾ ഒരിക്കലും മരിക്കാത്ത ദൈവത്തിന്റെ പുത്രന്മാരായി പുതിയ സൃഷ്ടിയിൽ കയറ്റുകയാണ്. ഇത് തിരിച്ചറിയണം. എന്നിട്ട് അതിനുവേണ്ടി നിലകൊള്ളണം. ആ ജീവിതത്തെയാണ് ബൈബിൾ നിധി എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തെയാണ് നിധി എന്ന് പറയുന്നത്. ഇതാണ് സുവിശേഷം. ഇതാണ് പിശാച് മറച്ചു കളയുന്നത്. ആ ജീവിതം. ദൈവത്തിന്റെ വചനം മത്തായി 13:44 പറയാണ്, ആ ജീവിതത്തെ കുറിച്ചാണ് നിധി എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിലെ ജീവിതം നിധി, പക്ഷെ ഒളിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളൊന്നും കാണുന്നില്ല. വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ച നിധിയോട് സദൃശ്യം. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. സ്വർഗരാജ്യം, ദൈവരാജ്യം, അപ്പനോട് കൂടെയുള്ള ജീവിതം, അത് നിധിയോട് സദൃശ്യം. വയലിൽ ഒളിച്ചു വെച്ച നിധി. അപ്പൊ മക്കളെ, നിങ്ങൾ കാണാത്തതിന്റെ കാരണം എന്താ? അത് ഒളിച്ചു വെച്ചിരിക്കുക. അത് ഒളിച്ചു വെച്ച നിധിയാ, അതുകൊണ്ടാ കാണാത്തെ. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി. സ്വർഗരാജ്യം എന്ന് പറഞ്ഞ യേശു പ്രസംഗിച്ച സുവിശേഷം ഒളിച്ചു വെച്ചിരിക്കുക. അപ്പൊ ആരത് ഒളിച്ചു വെച്ചേ? നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇങ്ങനൊരു നിധി ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല, പിന്നെയാണോ ഒളിച്ചു വെച്ചതിനെ കുറിച്ച് അറിയുന്നത്? സ്വർഗരാജ്യം പ്രസംഗിക്കാനാണ് ശിഷ്യന്മാരെ അയച്ചത്. യേശു പ്രസംഗിച്ചതും അത് തന്നെയാണ്. നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞതും അത് തന്നെയാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അത് തന്നെയാണ്.
നമ്മൾ പ്രാർത്ഥിക്കാത്തത് അതാണ്, നമ്മൾ അന്വേഷിക്കാത്തത് അതാണ്, നമ്മൾ പ്രസംഗിക്കാത്തത് അതാണ്. യേശു പ്രസംഗിച്ചത് അത് തന്നെയാണ്. പിശാചി ജയിച്ചു നിൽക്കുന്നത് എത്രത്തോളം സഭകളെ ജയിച്ചു നിൽക്കുക, ക്രിസ്തീയ ഗോളത്തെ ജയിച്ചു നിൽക്കുക. ഈ ഒരു PR പെർമനന്റ് റെസിഡൻസിലേക്ക് നമ്മൾ പ്രവേശിക്കണം. HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ്. യൂറോപ്പിലെയും കാനഡയിലെയും US-ലെയും TR-ഉം PR-ഉം അല്ല, ടെമ്പററി റെസിഡൻസും പെർമനന്റ് റെസിഡൻസും അല്ല. അതൊക്കെ കിട്ടിയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ തീരും, മരണം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഇത് മരണത്തോടെ തീരുകയല്ല, മരണത്തോടെ ഫിക്സ്ഡ് ആകുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, തിരിച്ചറിയുക, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന് പറയുന്നത് നിധി. യേശു പ്രസംഗിച്ച സുവിശേഷ നിധിയാ. എന്താണ് ആ നിധി? ദൈവത്തോടുകൂടെ, മരണമില്ലാത്ത ദൈവത്തോടുകൂടെയുള്ള നമ്മുടെ വാസമാണ് നിധി. മരണമില്ലാത്ത ദൈവത്തോടുകൂടെയുള്ള നമ്മുടെ വാസമാണ് നിധി. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് അപ്പാ എന്നെ അതിൽ പ്രവേശിപ്പിക്കുവാൻ അങ്ങ് കാണിച്ച മനസ്സിനായി നന്ദി. അവിടെ നിത്യം നിലനിൽക്കാനുള്ള കഴിവ് എനിക്കില്ല, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കഴിവുകൊണ്ട് നേടാൻ പറ്റത്തില്ല മക്കളെ. നമ്മുടെ കഴിവില്ലായ്മ കൊണ്ട്, ബലഹീനത കൊണ്ടാണ് നേടാൻ പറ്റുന്നത്. ഇതാ കർത്താവിന്റെ വചനം പറയുന്നത്, എന്റെ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി എന്നിൽ തികഞ്ഞു വരുന്നു. നമ്മുടെ ഒന്നുമില്ലായ്മ സമ്മതിക്കണം. എനിക്ക് സ്വയമേ കഴിയത്തില്ല എന്ന് സമ്മതിക്കണം. യേശു സമ്മതിക്കുന്ന കണ്ടില്ലേ? ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് ഒരു ദൈവപുത്രന്റെ നേച്ചർ, ഒരു ദൈവപുത്രന്റെ നേച്ചറായത്. ഹല്ലേലൂയ. നമ്മളെ മനുഷ്യപുത്രന്മാരിൽ നിന്ന് ദൈവപുത്രന്മാരിലേക്ക് വിളിക്കുക. മനുഷ്യപുത്രന്റെ നേച്ചർ എന്നാണെന്നറിയാമോ? മനുഷ്യപുത്രന്റെ നേച്ചർ, എനിക്ക് കഴിയും, എനിക്ക് പറ്റും. അവനെല്ലാം സ്വയമായി ചെയ്യാൻ ശ്രമിക്കുന്നവനാ, സ്വയമായി ചെയ്യുന്നവനാ. പക്ഷെ ദൈവപുത്രൻ ഒന്നും സ്വയമായി ചെയ്യത്തില്ല, എല്ലാം അപ്പനിൽ നിന്ന് ആരംഭിച്ച് അപ്പന്റെ ശക്തിയാൽ അവൻ ചെയ്യുന്നത്. മനുഷ്യപുത്രനും ദൈവപുത്രനും തമ്മിലുള്ള വ്യത്യാസമാണ്. ലേശം 53:6 പറയുന്നു, എന്താണ് മനുഷ്യപുത്രൻ ചെയ്യുന്നത്? അവരെല്ലാം തെറ്റിപ്പോയി, അവരെല്ലാം താൻ്റെ സ്വയത്തിലേക്ക് ഓടിപ്പോയി, തന്നെത്താൻ ചെയ്യുന്നവരാ. ദൈവപുത്രന്മാർ തന്നെത്താൻ ചെയ്യുന്നവനല്ല, തൻ്റെ അപ്പൻ തന്നിലൂടെ ചെയ്യുന്നവരാ. ഇതാണ് വ്യത്യാസം. അപ്പൻ തന്നിലൂടെ ചെയ്യുന്നവരാ. വായിച്ച ലേശം 53:6. Oh Father, we thank you. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാവരും തെറ്റിപ്പോയി. എങ്ങോട്ട് തെറ്റിപ്പോയി? നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ തെറ്റെന്താ? നമ്മുടെ തെറ്റെന്താ? താൻ്റെ വഴിക്ക് തിരിയും. നമ്മുടെ വഴിക്ക് തിരിയുക. ഇതാ തെറ്റ്. അതുകൊണ്ട് കള്ളുകൂടിയല്ല തെറ്റ്, വീഡിയോ വലി അല്ല തെറ്റ്. കള്ളുകൂടി വീഡിയോ വലിയൊക്കെ ഈ തെറ്റിൽ നിന്ന് ഉണ്ടായ തെറ്റുകളാ. ഈ തെറ്റിൽ നിന്ന് ഉണ്ടായ തെറ്റുകളാ. പ്രധാനപ്പെട്ട തെറ്റെന്താണെന്നറിയാമോ? നാം അവനവന്റെ വഴിക്ക് ഓടിപ്പോയി, സ്വന്തം വഴിക്ക് ഓടിപ്പോയി. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് നമ്മുടെ വഴിക്ക് ഓടാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാ, ദൈവത്തിന്റെ ശരീരമായി ജീവിക്കാനാ. പകരം നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുക. സ്വന്തമായിട്ടല്ല ചെയ്യേണ്ടത്. യേശു പറഞ്ഞതുപോലെ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, എൻ്റെ പിതാവ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ശരീരമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ശരീരമാണ്. ഇതേപോലെ ആയി നമ്മൾ മാറണം. അതിനെന്ത് വേണം? യേശുവിനെ അനുഗമിക്കണം. പക്ഷെ യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. പറയണം, അനുദിനം യേശുവിനെ അനുഗമിക്കണം. ഇതാ കർത്താവ് പറഞ്ഞേ, ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്ത് എൻ്റെ പിന്നാലെ വരണം. ഇത് ചിലവുണ്ട്, സ്തുതിക്കാൻ ചിലവൊന്നുമില്ല. യേശു നല്ലവൻ, യേശു വലിയവൻ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു ചിലവുമില്ല. ഹല്ലേലൂയ. പകരം ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അങ്ങനെയല്ല, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഈ നാളുകൾ യേശുവിനെ അനുഗമിക്കാൻ ഇടയാകണം. ആ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര, ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് യാത്രയാകണം. അത് നമ്മുടെ ശരീരമല്ല പോകുന്നത്, നമ്മുടെ സോളാണ് യാത്ര ചെയ്യുന്നത്, നമ്മുടെ ദേഹിയാണ് യാത്ര ചെയ്യുന്നത്. ഇത് തിരിച്ചറിയണം. ദേഹിയാണ് നമ്മൾ, ശരീരമല്ല നമ്മൾ. ശരീരം നമ്മൾ വെളിപ്പെടാൻ ഉപയോഗിക്കുന്ന മണ്ണ് കൊണ്ടുള്ള ഒരു ഉപകരണമാണ്, ഒരു മോണിറ്ററിന് തുല്യമാണ്. ഒരു കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ടിട്ടില്ലേ? TV കമ്പ്യൂട്ടർ മോണിറ്റർ. ഇത് ട്രാവലിംഗ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ടെലിവിഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാകും കമ്പ്യൂട്ടർ മോണിറ്റർ. ഈ മോണിറ്റർ എന്താ ചെയ്യുക? മോണിറ്റർ നിങ്ങൾ ചുമ്മാ ഒന്ന് ഓൺ ചെയ്യാമോ? ചുമ്മാ ഒന്ന് ഓൺ ചെയ്താൽ അത് ചിലപ്പോൾ ഡെല്ലിൻ്റെ കമ്പനിൻ്റെ ആയിരിക്കാം, പാനാസോണിക്കിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കാം. ഉടനെ തന്നെ അത് തെളിയുമ്പോൾ ഡെല്ലെന്ന് നിങ്ങൾ തെളിഞ്ഞ് കിടക്കും. ചുമ്മാ അതിൻ്റെ കമ്പനിയുടെ പേരെഴുതി തെളിഞ്ഞ് കിടക്കും. ഇതേപോലെയാണ് വീണുപോയ നമ്മൾ എവിടെ തെളിഞ്ഞാലും നമ്മളെ അങ്ങ് തെളിയിപ്പിക്കും. ഷാജി, മോഹനൻ, പ്രിയ തെളിയിപ്പിച്ചു, നമ്മളെ തെളിയിപ്പിക്കും. ഇതാണ് മനുഷ്യപുത്രന്മാർ. എന്നാൽ ആ കമ്പ്യൂട്ടർ മോണിറ്റർ ഒരു CPU ആയിട്ട് കണക്ട് ചെയ്യാമോ? കമ്പ്യൂട്ടർ മോണിറ്റർ തെളിയിക്കുന്നത് പിന്നെ ഡെൽ എന്നുള്ള പേരല്ല,
ആ CPU അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ സെൻട്രൽ പ്രോസസ്സിന് ഉള്ളിലുള്ള ഇൻഫർമേഷനാണ് തെളിയിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ടി വി ഇതാ ചുമ്മാ ഓൺ ചെയ്തു, അത് ചിലപ്പോൾ പാനസോണിക്കാണെങ്കിൽ പാനസോണിക് ഒന്ന് തെളിഞ്ഞു വന്നിട്ട് കിടക്കും. പക്ഷേ അത് ദൂരെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കുന്ന മുഴുവൻ ആ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുള്ളതാണ്. ഇതേപോലെ ആയിരിക്കും നമ്മൾ ഒരു മോണിറ്റർ. സ്വർഗത്തിൽ ദൈവം ചിന്തിക്കുന്നത് വേണം നമ്മളിലൂടെ തെളിയാൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്താണോ ദൈവം ചിന്തിക്കുന്നത് നമ്മളാവുന്ന മോണിറ്ററിലൂടെ ഭൂമിയിൽ തെളിയണം. ഇതാ യേശുക്രിസ്തു പറഞ്ഞേ. അങ്ങനെ ആ കമ്പ്യൂട്ടറിലൂടെ ആ മോണിറ്ററിലൂടെ കാണുന്നവൻ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിലൂടെ അറിയുന്നത്. ഇതേപോലെ യേശു പറയുന്നു, ഇതാ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എൻ്റെ ജഡത്തിലൂടെ നിങ്ങൾക്ക് പിതാവിനെ കാണാം, പിതാവ് ആത്മാവാ, പക്ഷേ എൻ്റെ ജഡത്തിലൂടെ നിങ്ങൾക്ക് പിതാവിനെ കാണാം. ആ മോണിറ്ററിലൂടെ കാണുന്നത് പോലെ ഇതേപോലെ നമ്മളായി മാറണം, നമ്മൾ തിരിയണം. ഇതാ യേശു പറഞ്ഞ, പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇതേപോലെ ക്രിസ്തുവിൽ ഉണ്ടായ അതേ അനുഭവം ക്രിസ്തുവിലുള്ള നമ്മളിലും സംഭവിക്കും. എങ്ങനെ? യേശു പറഞ്ഞു, എൻ്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ ഞാനും പിതാവ് ഒരുമിച്ച് വന്ന് നിങ്ങളിൽ വാസം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഇതാ നമുക്ക് ആ പിതാവിനെ വെളിപ്പെടുത്താം നമ്മളിലൂടെ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ തിരിച്ചറിയുക, ഇതൊരു ഇൻവിറ്റേഷനാണ്. ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ. ഈ ഒരു ഭാഗം വ്യക്തതയോടെ തിരിച്ചറിയുക. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ആ ഇൻവിറ്റേഷനിൽ ഇതാ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. ഓ ഫാദർ വി താങ്ക് യു. എല്ലാവരും ദിവസം എഴുന്നേറ്റേ. ഓ ഫാദർ വി താങ്ക് യു. ഓ ലോർഡ് ഐ ലവ് യു ജീസസ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട്, എൻ്റെ അപ്പ എന്നെ അങ്ങയുടെ ഭവനത്തിൽ നിത്യമായി ചേർക്കണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങളുടെ ഉൾത്തളങ്ങളിൽ ഒരു പ്രാർത്ഥനയാണ്. അങ്ങയുടെ ഭവനത്തിൽ എന്നെ നിത്യമായി ചേർക്കണമേ, അങ്ങയുടെ മകനായി എന്നെ അങ്ങയുടെ ഭവനത്തിൽ ചേർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഉൾത്തളത്തിൽ നിന്നുണ്ടാകട്ടെ, നിങ്ങളുടെ അകത്തു നിന്നുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, നിങ്ങൾ ദൈവത്തിൻ്റെ മകനായി കഴിയുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ആരുടെ ആവശ്യങ്ങളായി മാറുമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആവശ്യമായി മാറും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആവശ്യമായി മാറും. നിങ്ങളുടെ ജീവിതം സ്വർഗത്തിൽ തൻ്റെ തിരുഹിത പ്രകാരം മനോഹരമാക്കും. ഹല്ലേലൂയ. തൻ്റെ തിരുഹിത പ്രകാരം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ അപ്പനോട് പറയണം, അപ്പ അങ്ങേക്ക് അത് എനിക്ക് തന്നാൽ എനിക്ക് ദ്രോഹം ഉപദ്രവം ഇല്ലെന്ന് അങ്ങ് അറിയുന്നുവെങ്കിൽ മാത്രം തന്നാൽ മതി. എനിക്ക് വേണ്ടത് എൻ്റെ പപ്പായ. അങ്ങേ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരനുഗ്രഹവും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ദൈവമേ അങ്ങ് എന്തെങ്കിലും തരണമെങ്കിൽ തന്നോ, പക്ഷെ എനിക്ക് അങ്ങേ നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് തരണ്ട. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് തരണ്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ഇങ്ങത്താ കൃപാവരങ്ങൾ ഇങ്ങത്താ. ഞാൻ ചോദിക്കും, എൻ്റെ കർത്താവ് ഒരു കൃപാവരം എനിക്ക് വേണ്ട, അങ്ങേ നഷ്ടപ്പെടുന്നതാണെങ്കിൽ. അങ്ങേക്ക് ഉറപ്പുണ്ടോ ഇതെനിക്ക് തന്നാൽ ഞാൻ അങ്ങിൽ നിന്ന് നഷ്ടപ്പെടുത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നാൽ മതി. കാരണം നമ്മുടെ അപ്പൻ്റെ ഇഷ്ടമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഹല്ലേലൂയ. അപ്പൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുക്കുക, അപ്പൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. വിവാഹ കാര്യങ്ങൾ, ഇതാ ജോലി കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാം വരുമ്പോൾ ഞാൻ പലരുടെയും വിവാഹമൊക്കെ തകർന്ന് തരിപ്പണമായി പോയി. ഏറ്റവും ശ്രേഷ്ഠകരമായി നടത്തിയ വിവാഹങ്ങൾ, ഏറ്റവും ഉയർന്ന രീതിയിൽ നടത്തിയ വിവാഹങ്ങൾ ചില നാളുകൾക്ക് ഉള്ളിൽ അത് തകർന്ന് തരിപ്പണമായി. കാരണം നമുക്കറിയില്ല അടുത്ത എന്താ സംഭവിക്കാൻ പോണേ. ഇവിടെയൊക്കെ ദൈവത്തോട് പറഞ്ഞു, യു സെലക്ട്. കർത്താവെ അങ്ങ് സെലക്ട് ചെയ്യുക, ഞാനല്ല, അങ്ങ് സെലക്ട് ചെയ്യണം. ഹല്ലേലൂയ. ദൈവം സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായ ദൈവം സെലക്ട് ചെയ്തത്. കാരണം ആദ്യം തന്നെ അവസാനം ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ബിസിനസ് ജീവിതം, ഹല്ലേലൂയ, നിങ്ങളുടെ സഭാ ജീവിതം എല്ലാം ദൈവം സെലക്ട് ചെയ്യട്ടെ. എല്ലാം അപ്പന് വിട്ടുകൊടുക്കുക. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എനിക്ക് അപ്പനെ വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പനുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കണക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പനുമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യരുമായിട്ടുള്ള കാര്യങ്ങൾ കണക്ക് സൂക്ഷിക്കണം. കാരണം ഇവരെ എപ്പോൾ വേണമെങ്കിലും കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. എപ്പോൾ വേണമെങ്കിലും ഇടം തിരിയും. ദൈവമായിട്ടുള്ള കാര്യത്തിൽ എല്ലാം നമുക്ക് നല്ലൊരു പപ്പയാവുള്ളേ, നല്ലൊരു പപ്പ. നമ്മുടേതെല്ലാം അപ്പൻ്റേതാകുക, അപ്പൻ്റേതെല്ലാം നമ്മുടേതാകുക. ഹല്ലേലൂയ. മനോഹരമായി ജീവിക്കാൻ സ്വർഗത്തിൽ നമ്മളെ വിളിച്ചിരിക്കുക. ഏത് തലത്തിലും എൻ്റെ ഇഷ്ടം വേണ്ടപ്പ, അങ്ങേരെ ഇഷ്ടം നിറവേറിയാൽ മതി. യേശു അങ്ങനെയല്ലേ പ്രാർത്ഥനയൊക്കെ അറിയിച്ചു, പക്ഷേ എൻ്റെ ഇഷ്ടം വേണ്ട, അങ്ങേരെ ഇഷ്ടം മതി. എൻ്റെ ഇഷ്ടത്തിനായി ബലം പിടിക്കണം. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുക്കല. നിങ്ങൾ എത്ര കുറഞ്ഞവരെങ്കിലും, എത്ര ബുദ്ധിയില്ലാത്തവരെങ്കിലും, എത്ര സാമ്പത്തികമില്ലാത്തവരെങ്കിലും, എത്രമാത്രം രോഗിയാണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം.
അപ്പൻ നിങ്ങളെ ആളുമാറ്റും, നിങ്ങളെ ആളുമാറ്റും. ദൈവകരങ്ങളെ നമ്മുടെ കണ്ണുകളടയ്ക്കുക, ദൈവസേനകളെ കണ്ണുകളടച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ച്. എന്തിനാ ഈ കണ്ണടക്കണേ എന്ന് പറയുന്നത് അറിയാമോ? കണ്ണടയ്ക്കണേ, കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലെ ജീവിക്കണേ? ശ്വാസമുള്ള, മൂക്കിൽ ശ്വാസമുള്ള, ഇപ്പം മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ മുമ്പിൽ. കണ്ണടയ്ക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരത്തെങ്കിലും അവിടെ നിന്ന് സ്വിച്ച് ഓഫ് ആകും. അപ്പോൾ കൂടുതൽ ദൈവത്തെ ഒന്ന് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ നമ്മളത് സഹായിക്കും. അതുകൊണ്ട് ഈ കണ്ണടയ്ക്കാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നിന്ന് അടച്ചേ, കണ്ണുകൾ നിന്ന് അടച്ചേ. ആ സ്നേഹനിധിയായ ഒരപ്പൻ നമുക്കുണ്ട്, സ്നേഹനിധിയായ ഒരു അപ്പനുണ്ട്. ആ അപ്പനോട് പറഞ്ഞേ, അപ്പാ ഈ പറഞ്ഞതിൽ പലതും എനിക്ക് മനസ്സിലായില്ല, എൻ്റെ ബലഹീനതയെ അങ്ങനെ സഹായിക്കണമേ എന്ന് പറഞ്ഞേ, എൻ്റെ ബലഹീനതയെ അങ്ങനെ സഹായിക്കണമേ എന്ന് പറഞ്ഞേ. ഞാൻ ബുദ്ധി കുറഞ്ഞവനാ, ആളുകൾ പലപ്പോഴും എന്നെ പൊട്ടാന്നും പൊട്ടിന്നൊക്കെ വിളിക്കണേ, എനിക്ക് അറിയില്ല, എന്നെ ഒന്ന് സഹായിക്കണേ കർത്താവേ. ഒന്ന് പറഞ്ഞേ, മോനെ നിന്നെ സഹായിക്കാം. മനുഷ്യന് ബുദ്ധി തന്ന ദൈവമല്ലേ, മനുഷ്യന് ബുദ്ധി തന്ന ദൈവമല്ലേ, ആ ദൈവം നിന്നെ സഹായിക്കും. ആ ദൈവം നിന്നെ സഹായിക്കുക. ആ അപ്പൻ്റെ സഹായം ഒന്ന് അപേക്ഷിച്ചേ, ഹൃദയം കൊണ്ട് അപ്പൻ്റെ സഹായം ഒന്ന് അപേക്ഷിച്ചേ. അപ്പാ, അങ്ങയുടെ സന്ദേശം ഞാൻ കേട്ടു, അങ്ങയുടെ കുടുംബത്തിലേക്ക് എന്നെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യുക, ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ, അങ്ങയോട് ഒരുമിച്ച് ജീവിക്കാൻ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുക. ദൈവരാജ്യം സമീപിച്ചു, ദൈവം മനുഷ്യനോടുകൂടെ ജീവിക്കുന്ന കാലം സമീപിച്ചു. ഇതാ ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ഭവനക്കാരനാണ് ഞാനെന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ കൊണ്ടൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ, അങ്ങയുടെ ഭവനക്കാരനാണെന്ന് അങ്ങ് എന്നോട് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ആ ഭവനത്തിലെ അങ്ങയുടെ വീട്ടുകാരനാണ് ഞാനെന്ന്, അങ്ങ് ഭവനത്തിലെ വീട്ടുകാരനാണെന്ന്, അവിടുത്തെ മകനാണെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് വാ കൊണ്ടൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ. വിശ്വസിക്കുന്നവൻ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒന്ന് സംസാരിച്ച് നിന്റെ ആത്മീയ അന്തരീക്ഷം ഒന്ന് ചാർജ് ചെയ്യപ്പെടട്ടെ, നിന്റെ ചുറ്റുപാടുകളൊന്ന് ചാർജ് ചെയ്യപ്പെടട്ടെ. നിന്റെ ചുറ്റും വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ആത്മാക്കളും, നിന്നെ അലങ്കോലപ്പെടുത്തുന്ന, നിന്നെ ചിന്തിക്കാൻ സമ്മതിക്കാത്ത ആത്മാക്കൾ നിന്നെ വിട്ടുപോകട്ടെ. ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറഞ്ഞേ, നിന്നോട് കൂടെയുള്ള ദൈവദൂതന്മാർ ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ദൈവത്തിന്റെ മകനാണെന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാണെന്ന് വിളിച്ചു പറഞ്ഞേ. താങ്ക് യു അപ്പ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓരോ മക്കളും ഒന്ന് വിളിച്ചു പറഞ്ഞു, ഒന്ന് വിളിച്ചു പറഞ്ഞു, ഒന്ന് വിളിച്ചു പറഞ്ഞേ. ആരും മിണ്ടാതിരിക്കരുത്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ വീട്ടുകാരനാണ്. ഒന്ന് വിളിച്ചു പറഞ്ഞേ. നിന്റെ ആത്മീക അന്തരീക്ഷം മാറട്ടെ, നിന്റെ ആത്മീക അന്തരീക്ഷം മാറട്ടെ. എല്ലാ നിന്നെ മണ്ടനാക്കുന്ന, മണ്ടിയാക്കുന്ന, നിന്നെ ഒരു ബുദ്ധൂസാകുന്ന എല്ലാ സ്പിരിറ്റ് ഫോഴ്സുകളും നിന്നെ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മക്കളൊരു അനുഗ്രഹമാകുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ ദൈവത്തിന്റെ മക്കളാകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ ദൈവത്തിന്റെ ഭവനക്കാരാകിയ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ ഇവരുടെ മേൽ റിലീസ് ചെയ്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ ദൈവത്തിന്റെ ഭവനക്കാരനായി, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തിത്വങ്ങളായി വെളിപ്പെടുക. നന്ദിയോടെ സ്തോത്രം. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുകയായി. മക്കൾക്കായി സ്തോത്രം. ഇവരെ അങ്ങ് ഒരുക്കിയെടുക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ആ വെള്ളത്തുള്ളികൾ പോലെ ഞങ്ങൾ ഓരോ നിമിഷവും ആ പൈപ്പിൽ നിന്ന് വെള്ളം വിട്ടപ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് അങ്ങ് ഞങ്ങൾ കാണിച്ചു തന്നു. അത് അധികം താമസിയാതെ താഴെ വീട് ആ വെള്ളത്തുള്ളി ഉടയുമ്പോൾ മരിച്ചു എന്ന് കാണിച്ചു തന്നു. അതിനു മുമ്പ് ഞങ്ങൾ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ എന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് കടക്കുക ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ കേട്ടു. പ്രിയ നല്ല പിതാവേ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന് എന്ത് വിലയുള്ളൂ. പക്ഷെ ആ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന്റെ ഉള്ളിലേക്ക് ക്രിസ്ത്യാനുരൂപനായ ദൈവ സൃഷ്ടി, പുതിയ സൃഷ്ടി കടന്നു വരുമ്പോൾ അവന് വിലയുള്ളതായി സ്വർഗം കാണുകയും അവൻ അതിലുള്ള പരീക്ഷണങ്ങൾ സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതായി കാണുന്നുവെന്ന്, അവന്റെ ആ മരണം ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്നും അത് കാണിച്ചു തന്നെ ഞാൻ നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചനാണ് തുടർന്ന് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങ് പണിതെടുത്താണ്. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി സ്തോത്രം. നാമത്തിൽ വാഴ്ത്ത അനുഗ്രഹം കൊണ്ട് ആ കരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷാകത്തും പുറത്തും പ്രവർത്തിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. സഹായിക്കുന്നല്ലോ, നന്ദിയപ്പാ, നന്ദി. സർവ്വമഹത്വം അങ്ങ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം കഴിച്ച് അതിവേഗം കടന്നു വരാം.